सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ വിദ്യാരണ്യ സ്വാമികൾ രചിച്ച പഞ്ചദശി എന്ന പ്രകരണ ഗ്രന്ഥമാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. പ്രകരണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ബ്രഹ്മവിദ്യ ജീവിതത്തിൻ്റെ ഒരു ജീവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. ആത്മതത്വത്തെയും ആ തത്വം സാക്ഷാത്കരിക്കേണ്ട മാർഗങ്ങളെയും എല്ലാം ഉപനിഷത്തിൽ സൂത്രരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ആത്മതത്വത്തെ വിശദീകരിച്ച് അതിൻ്റെ പ്രക്രിയകളെയും സാങ്കേതിക പദങ്ങളെയും എല്ലാം വിശദീകരിക്കാൻ വേണ്ടി ആചാര്യന്മാർ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. വിവേക ചൂടാമണി, ഉപദേശ സാഹസ്രി, സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം, പിന്നെ ആചാര്യസ്വാമികൾ എഴുതിയിട്ടുള്ള ധാരാളം പ്രകരണ ഗ്രന്ഥം. അതുകൊണ്ട് അതേ ഒരു നിലവാരത്തിൽ തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥമാണ് പഞ്ചദശി. അത് ശ്രീമദ് വിദ്യാരണ്യ സ്വാമികളാണ് രചിച്ചിട്ടുള്ളത്. പല ആളുകൾ അതിന് സംസ്കൃത ഗ്രന്ഥമാണ്, അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. സംസ്കൃതത്തിലും ഹിന്ദിയിലും മറ്റു ചില ഭാഷകളിലൊക്കെ ഉണ്ട്. മലയാളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ളത് പണ്ഡിറ്റ് പി ഗോപാലനാർ എഴുതിയ വ്യാഖ്യാനമാണ്. അതെ, ഞാൻ സ്വാമിയുടെ ചരിത്രം പറയാം. അപ്പോൾ അത് മലയാളത്തിൽ പണ്ഡിറ്റ് ഗോപാലനാരുടെ വ്യാഖ്യാനമാണ് വളരെ പ്രചാരത്തിലുള്ളത്. കൂടാതെ നീലകണ്ഠ കൃഷ്ണസ്വാമിയുടെ ശിഷ്യനായിട്ടുള്ള ശ്രീവർദ്ധനത്ത് കൃഷ്ണപിള്ള അത് കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. നീലകണ്ഠ കൃഷ്ണസ്വാമികൾ അത് എഴുതി തുടങ്ങിയതാണ് കിളിപ്പാട്ട്. പിന്നീട് പഞ്ഞിശ്ശേരി നാണുപിള്ളയും എഴുതി തുടങ്ങി, പക്ഷേ അവർക്കത് പൂർത്തിയായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. എന്നാൽ ശ്രീവർദ്ധനത്ത് കൃഷ്ണപിള്ള അദ്ദേഹം അത് പൂർത്തിയാക്കി കിളിപ്പാട്ട് രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ കിളിപ്പാട്ടിന് വിദ്യാനന്ദ തീർത്ഥസ്വാമികൾ ഒരു മനോഹരമായിട്ടൊരു ഭൂമിക എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഭൂമിക വായിച്ചാൽ നമുക്ക് ഏകദേശം പഞ്ചദശി എന്താണെന്ന് വിദ്യാനന്ദ സ്വാമി ആരാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്ക് ഗ്രന്ഥത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു ഭൂമിക ഒന്ന് വായിക്കാം. ഭാരതീയ തത്വചിന്തകളിൽ വെച്ച് ഏറ്റവും പ്രമുഖ സ്ഥാനം അദ്വൈത ദർശനത്തിനാവുന്നു. ഹിന്ദുക്കളുടെ പരമപ്രമാണമായ വേദസ്മൃതി പുരാണാദികളിൽ പാരിശേഷിക സിദ്ധാന്തമായി നിർണയിക്കപ്പെട്ടിട്ടുള്ളതും ആ ദർശനം തന്നെയാണ്. വേദത്തിൻ്റെ അന്തം, സിദ്ധാന്തം എന്ന അർത്ഥത്തിൽ വേദാന്തം എന്ന പേരിൽ കൂടിയും അത് വ്യവഹരിക്കപ്പെടുന്നുണ്ട്. സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മവും ശരീരേന്ദ്രിയ പഞ്ചരാധ്യക്ഷനായ ജീവനും ഒന്നാണെന്നുള്ള ബോധം മാനവ ഹൃദയത്തിൽ ജനിപ്പിക്കുക എന്നതാണ് അദ്വൈത ദർശനത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കുവാനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ്. അതിനാലത്രേ കടകകുണ്ടലാദികളെ സ്വർണമായും തരംഗഭേനാദികളെ ജലമായും കാണുന്നത്. ആ കഴിവിൻ്റെ തികവിൽ മനുഷ്യചിത്തത്തിൽ ബ്രഹ്മാത്മൈക്യ ബോധം പ്രകാശിക്കുന്നു. ആ ബോധദാർഢ്യം മനുഷ്യനെ സ്ഥിരപ്രജ്ഞനും കൃതകൃത്യനുമാക്കി തീർക്കും. അനർത്ഥ നിവൃത്തിയും ആനന്ദപ്രാപ്തിയുമാണല്ലോ കൃതകൃത്യൻ്റെ ലക്ഷണം. അതിനാൽ കൃതകൃത്യത എന്നറിയപ്പെടുന്ന മുക്തിക്കുള്ള മുഖ്യ സാധനം അദ്വൈത ദർശനമാണെന്ന് സിദ്ധിക്കുന്നു. അദ്വൈത സിദ്ധാന്തം അനാദികാലം മുതൽ ഈ ലോകത്തിൽ തുടർന്ന് നിലനിന്നു പോരുന്ന ഒരു ധർമ്മമാണെന്ന് സ്മാർത്ഥന്മാരായ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ചതത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികാരമന്യാൻ അസ്മത് ഗുരുൻ സന്തതമാനതോസ്മി. ഈ സ്തോത്രങ്ങൾ ചൊല്ലി അദ്വൈത വിദ്യാ സമ്പ്രദായ പ്രവർത്തകന്മാരായ പരമാചാര്യന്മാരെ ഭക്തി പാരവശ്യത്തോടുകൂടി സ്മരിക്കുക എന്നത് ഗുരുകുലങ്ങളിൽ ഇന്നും നടന്നു പോരുന്ന ഒരു ചടങ്ങാണ്. ഇതിൽ നിന്ന് അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് സകലേശ്വരനായ ശ്രീനാരായണനാണെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. അദ്ദേഹം ബ്രഹ്മാവിനും, ബ്രഹ്മാവ് വസിഷ്ഠനും, അദ്ദേഹം ശക്തിക്കും, ശക്തി പരാശരനും, പരാശരൻ വ്യാസനും, അദ്ദേഹം ശ്രീശുകനും, ശുകൻ ഗൗഡപാദാചാര്യർക്കും, അദ്ദേഹം ഗോവിന്ദാചാര്യർക്കും, ഗോവിന്ദാചാര്യർ ശ്രീ ശങ്കരാചാര്യർക്കും അദ്വൈത വിദ്യാ സമ്പ്രദായം ഉപദേശിച്ചു കൊടുത്തു.
ശ്രീ ശങ്കരാചാര്യർ തൻ്റെ ശിഷ്യപ്രധാനന്മാരായ പത്മപാദർ, ഹസ്താമലകൻ, തോടകൻ, സുരേശ്വരൻ തുടങ്ങിയ മഹാത്മാക്കൾക്ക് ആ വിദ്യ ഉപദേശിച്ചു കൊടുക്കുകയും അവരിൽ കൂടി അത് ഭാരതമൊട്ടുക്ക് പ്രചുര പ്രചാരത്തിൽ വരികയും ചെയ്തുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പാശ്ചാത്യ നിരൂപകന്മാരിൽ ചിലരും തദനുയായികളായ ചില ഭാരതീയരും ആ വിശ്വാസത്തെ സമ്മതിക്കുന്നില്ല. അക്കൂട്ടരുടെ അഭിപ്രായത്തിൽ അദ്വൈത ദർശനം അതിപുരാതനമല്ലെന്നാണ് അഭിപ്രായം. അതിനവർ കാണിക്കുന്ന ന്യായങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. വേദങ്ങളിൽ ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയ അനേക ദേവതകളെ സ്തുതിക്കുന്നുണ്ട്. ആ ദേവതകളെല്ലാം പ്രാകൃതിക ദൃശ്യങ്ങളുടെ അധിഷ്ഠാന ഭൂതങ്ങളായി കൽപ്പിക്കപ്പെട്ടവർ മാത്രമാകുന്നു. കാലാന്തരത്തിൽ ആര്യന്മാർക്ക് മാനസിക വികാസം സിദ്ധിച്ചപ്പോൾ ബഹുദേവതകളുടെ എല്ലാം നാഥനായി ദേവതയെ കൂടി അവർ കൽപ്പിക്കാൻ തുടങ്ങി. ആ കൽപ്പനയ്ക്കും വളരെ വർഷങ്ങൾക്ക് ശേഷം സകലതും ഈശ്വരനാണെന്നുള്ള സകലേശ്വര സിദ്ധാന്തം അവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു. ഇങ്ങനെ ബഹുദേവതാ കൽപ്പനയിൽ കൂടി ഏകദേവതയിലും ഏകദേവതയിൽ കൂടി സകലേശ്വരനിലും വിശ്വാസം അർപ്പിച്ച ആര്യന്മാർ ക്രമേണ അദ്വൈത സിദ്ധാന്തത്തിൽ എത്തിച്ചേരുകയാണുണ്ടായത്. പ്രസ്തുത അഭിപ്രായത്തെ വൈദിക തത്വചിന്തകന്മാരായ ഭാരതീയ പണ്ഡിതന്മാരെല്ലാം സയുക്തികം ഖണ്ഡിക്കുകയും വേദങ്ങൾ അദ്വൈത സിദ്ധാന്തത്തെയാണ് മുഖ്യമായി പ്രകാശിപ്പിക്കുന്നതെന്ന് സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വസ്തുത പ്രത്യേകം പ്രസ്താവ്യമത്രേ. വൈദിക മഹർഷിമാരുടെ സ്തുതികളിലും മറ്റും കാണുന്ന ബഹുദേവതകൾ ഏകവും പൂർണ്ണവുമായ ബ്രഹ്മചൈതന്യത്തിൻ്റെ വിഭിന്ന വിഭൂതികൾ മാത്രമാണെന്ന് വേദങ്ങൾ സശ്രദ്ധം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ സമ്മതിക്കുന്നു. നിരുക്തകാരനായ യാസ്കാചാര്യർ വേദമന്ത്രങ്ങളെ പരോക്ഷകൃതങ്ങളെന്നും പ്രത്യക്ഷകൃതങ്ങളെന്നും ആധ്യാത്മികങ്ങളെന്നും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ദേവത പ്രത്യക്ഷമല്ലാത്തപ്പോൾ ആ ദേവതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മന്ത്രങ്ങളാണ് പരോക്ഷകൃതങ്ങൾ. ഇന്ദ്രോദിവ ഇന്ദ്ര ഈശയെ പൃഥിവ്യാഹ എന്ന് തുടങ്ങിയ ഋക്കുകൾ അതിന് ഉദാഹരണങ്ങളാണ്. മധ്യമപുരുഷൻ പ്രയോഗിച്ച് ദേവതകൾക്ക് അഭിമുഖമായി നിന്ന് സ്തുതിക്കുന്ന ഋക്കുകൾ പ്രത്യക്ഷകൃതങ്ങളാവുന്നു. ത്വം ഇന്ദ്രബലാദധി മുതലായവയെ അതിന് തെളിവായിട്ടെടുക്കാം. ഉത്തമപുരുഷൻ പ്രയോഗിച്ച് ഞാനും ദേവതയും ഒന്നാണെന്ന് നിശ്ചയിച്ച് സ്തുതിക്കുന്ന ഋക്കുകളാണ് ആധ്യാത്മികങ്ങൾ. അഹം ഇന്ദ്രോന ജിഗ്വേ തുടങ്ങിയവ അതിന് ദൃഷ്ടാന്തങ്ങളത്രേ. ഇത്രയും കൊണ്ട് ഇന്ദ്രാദി ദേവതാ ശബ്ദങ്ങളുടെ ലക്ഷ്യാർത്ഥമായ ബ്രഹ്മചൈതന്യവും താനും ഒന്നാണെന്ന് നിശ്ചയിക്കുന്ന അധ്യാത്മ ഋക്കുകൾ അദ്വൈത തത്വ പ്രതിപാദനങ്ങളാണെന്ന് വന്നു ചേരുന്നു. അവയെ സമാധി ഭാഷ എന്നുകൂടി വ്യവഹരിക്കാറുണ്ട്. അപ്രകാരമുള്ള മന്ത്രങ്ങൾ വേദങ്ങളിൽ ആദ്യ അവസാനം കാണുന്നത് കൊണ്ട് അദ്വൈത സിദ്ധാന്തം ക്രമേണ വളർന്നു വന്നതാണെന്നുള്ള വാദത്തിന് ഒരു വിധത്തിലും അംഗീകാരം നൽകാവുന്നതല്ല. ഇപ്രകാരം നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി വൈദിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവയിലെ മുഖ്യ സിദ്ധാന്തം അദ്വൈത മതമാണെന്ന് കാണാൻ വിഷമമില്ല. അതിപുരാതനമായ ഋഗ്വേദ സംഹിതയിൽ പോലും അദ്വൈത വിചാരധാര നിഷ്പ്രതിഖം പ്രവഹിക്കുന്നുണ്ട്. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈയതേ ഇന്ദ്രം മിത്രം വരുണമഗ്നിമാഹുരഥോ ദിവ്യ സുവർണോ ഗരുത്മാൻ ഏകം സത് വിപ്രാ ബഹുധാവതന്യഗ്നിം യമം ആദരിശ്വാനമാഹു ന മൃത്യുരാസീത് അമൃതം ന തർഹി ന രാത്രിയ അന്ന ആസീൽ പ്രകേത ആനീതവാതം സ്വഭയാ തതേകം തസ്മാത് അപരക്കിഞ്ചനാസ. ഈ മന്ത്രങ്ങൾ മുൻപറയപ്പെട്ട അഭിപ്രായത്തിന് തെളിവുകളാണല്ലോ. ഇന്ദ്രൻ ഐശ്വര്യപൂർണമായ ബ്രഹ്മം മായകളാൽ പല രൂപത്തെ പ്രാപിക്കുന്നു എന്നാണ് ആദ്യത്തെ മന്ത്രത്തിൻ്റെ സാരം. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, അഗ്നി മുതലായി പല ദേവതകളെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം ഏകമായ പരബ്രഹ്മത്തിൻ്റെ വിഭിന്നോപാധികളാണെന്നും ഒരേ ഒരു തത്വത്തെ ഉപാധിഭേദമനുസരിച്ച് പണ്ഡിതന്മാർ പല പേരുകളിൽ വർണ്ണിക്കുകയാണെന്നും മുകളിൽ ഉദ്ധരിച്ച രണ്ടാം മന്ത്രം സ്പഷ്ടമാക്കുന്നു. സൃഷ്ടിക്ക് മുമ്പ് പ്രളയകാലത്ത് മരണമോ മരണമില്ലായ്മയോ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് രാവെന്നും പകലെന്നുമുള്ള ഭേദവും ഉണ്ടായിരുന്നില്ല. ആ സമയം വായു കൂടാതെ ശ്വസിച്ചു കൊണ്ടിരുന്ന സചേതനമായ ഒരു വസ്തു ഉണ്ടായിരുന്നു. ആ ബ്രഹ്മവസ്തുവിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെ അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ മൂന്നാം മന്ത്രത്തിൻ്റെ ചുരുക്കവും. ആശ്രീയ സൂക്ത ന മൃത്യുരാസീത് അമൃതം ന തർഹി എന്നുള്ളതാണ്. ഋഗ്വേദം അതിപുരാതനമായ ഒരു ഗ്രന്ഥമാണെന്ന് വൈദിക ചരിത്രകാരന്മാരെല്ലാം ഒരുപോലെ സമ്മതിച്ചിട്ടുണ്ട്. ഈ മൂന്ന് മന്ത്രവും ഋക്കുകളാണ്. ആ വേദത്തിൽ പോലും അദ്വൈത സിദ്ധാന്തം കാണപ്പെടുന്നത് കൊണ്ട് ഋഗ്വേദം ഭൂലോകത്തിൽ ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസ്തുത സിദ്ധാന്തം മാനവഹൃദയത്തിൽ അടിയുറച്ചിരിക്കണമെന്ന് ഊഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ദൃഷ്ടിമണ്ഡലത്തിൽ നിന്ന് നോക്കിയാൽ ചരിത്രാതീത കാലത്ത് തന്നെ ജീവബ്രഹ്മൈക്യ ബോധം മാനവഹൃദയത്തെ സമാശ്ലേഷിച്ചിരുന്നുവെന്ന് നിസ്സംശയം തീരുമാനിക്കാൻ കഴിയും.
അതിനാൽ വേദാന്തം അനാദികാലം മുതൽ അവിഛിന്നമായി നിലകൊള്ളുന്ന ഒരു ധർമ്മസംഹിതയാണെന്ന് കരുതാം. വേദസംഹിതകളിൽ അങ്കുരിതമായി പ്രകാശിക്കുന്ന വേദാന്ത ചിന്താ സന്താനം ഉപനിഷത്തുകളിൽ ശാഖോപശാഖകളോടുകൂടി അദ്ഭുതജനകമാം വർണ്ണം വളർന്നു വിലസുന്നു. അതീന്ദ്രിയ ജ്ഞാനനിധികളായ മഹർഷീശ്വരന്മാരുടെ പ്രാഥിക പ്രഭാപുഞ്ചങ്ങളാണ് മഹത്തരങ്ങളായ ഉപനിഷത്ത് സൂക്തികൾ. അവയുടെ വെളിച്ചത്തിൽ പ്രകാശിക്കാത്ത മാനവചിന്തകൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. ചാർവാക മതം മുതൽ അദ്വൈത മതം വരെ ആ വെളിച്ചത്തിൽ പ്രതിഫലിച്ചു കാണുന്നു. തന്നിമിത്തം ഉപനിഷത്തുകളുടെ സിദ്ധാന്ത രഹസ്യം അറിയുവാൻ സാധാരണന്മാർക്ക് സാധ്യമല്ല. ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് മഹർഷി വേദവ്യാസൻ ബ്രഹ്മസൂത്രങ്ങൾ വിരചിച്ചത്. സംഹാരാദി ഷഡ്വിധ ലിംഗങ്ങൾ കൊണ്ട് ഉപനിഷത്തുകളെല്ലാം അദ്വൈത ബ്രഹ്മതത്വത്തെയാണ് സിദ്ധാന്തിച്ചിരിക്കുന്നതെന്ന് പ്രസ്തുത സൂത്രങ്ങൾ വഴി ശ്രീ വേദവ്യാസ ഭഗവാൻ സയുക്തികം സ്ഥാപിച്ചു. പക്ഷേ അല്പാക്ഷരങ്ങളും അർത്ഥഗർഭങ്ങളുമായ ബ്രഹ്മസൂത്രങ്ങളുടെ താല്പര്യം അറിയുന്നതിന് കാലാന്തരത്തിൽ പണ്ഡിതന്മാർക്ക് പോലും പ്രയാസമായി തീരുകയാണ് ഉണ്ടായത്. ആ പ്രയാസം നീങ്ങിയത് ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യരചനയ്ക്ക് ശേഷമാണ്. ജഗദ്ഗുരു ശ്രീ ശങ്കര ഭഗവാൻ അമാനുഷ പ്രഭാവനായ ഒരു മഹാമനീഷിയായിരുന്നു. നാസ്തികവാദങ്ങളും നൈരാശ്യവാദങ്ങളും ദ്വൈതവാദങ്ങളും മറ്റും പ്രചരിക്കുക നിമിത്തം വൈദിക ധർമ്മസർവസ്വമായ വേദാന്തധർമ്മം മങ്ങിയിരുന്ന ഒരു കാലത്തായിരുന്നു അദ്ദേഹം കേരളക്കരയിലുള്ള കാലടി ഗ്രാമത്തിൽ കൈപ്പള്ളി മഠമെന്നറിയപ്പെട്ടിരുന്ന നമ്പൂരി ഗൃഹത്തിൽ ജനിച്ചത്. ബാല്യകാലത്ത് തന്നെ സർവശാസ്ത്രങ്ങളും അഭ്യസിച്ച് നർമ്മദാതീരവാസിയായ ഗോവിന്ദാചാര്യരിൽ നിന്നും സന്യാസദീക്ഷ സ്വീകരിച്ച് മഹോന്നതമായ സർവജ്ഞപീഠം കയറി ജഗദ്ഗുരു എന്ന പേരിൽ പ്രഖ്യാതനായിത്തീർന്നു. ശ്രീ ശങ്കരാചാര്യരുടെ പാവന ചരിതം രോമാഞ്ചത്തോടു കൂടി മാത്രമേ നമുക്ക് സ്മരിക്കുവാൻ നിവൃത്തിയുള്ളൂ. കന്യാകുമാരി മുതൽ കാശ്മീരം വരെ സഞ്ചരിച്ച് വേദാന്തധർമ്മം പ്രചരിപ്പിച്ച നിത്യബ്രഹ്മചാരിയായ ശങ്കര ഗുരുപാദർ 32ാമത്തെ വയസ്സിൽ ഹിമവാനിലുള്ള ബദരീനാഥ ക്ഷേത്രത്തിൽ വെച്ച് ഭൗതികദേഹം ഉപേക്ഷിച്ചുവെന്നാണ് ഐതിഹ്യം. അഷ്ടവർഷേ ചതുർവേദി ദ്വാദശേ സർവശാസ്ത്രവിൽ ഷോഡശേ കൃതവാൻ ഭാഷ്യം ദ്വാത്രിംശേ മുനിരഭ്യഗാത് എന്നാണ് ശങ്കര ഭഗവത്പാദരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു മഹാൻ സ്മരിച്ചിരിക്കുന്നത്. ബ്രഹ്മസൂത്രങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ഗീതയ്ക്കും മറ്റും ആലോചനാമൃത നിശ്ചന്തികളായ ഭാഷ്യങ്ങൾ എഴുതി അദ്വൈത വേദാന്ത സിദ്ധാന്തത്തെ ലോകോത്തര മഹത്തരമായ ഒരു ശാസ്ത്രമായും സാർവജനീനമായ ധർമ്മസംഹിതയായും ഉയർത്തിയത് ശ്രീ ശങ്കര ഗുരുദേവനായിരുന്നു. ഉപദേശസാഹസ്രി, വിവേക ചൂടാമണി, അപരോക്ഷാനുഭൂതി തുടങ്ങി പല പ്രകരണ ഗ്രന്ഥങ്ങളും എഴുതി മതികളെപ്പോലും വേദാന്തനിഷ്ഠന്മാരാക്കി തീർക്കുവാൻ അവിടുന്ന് പരിശ്രമിച്ചിട്ടുള്ള വസ്തുതയും ഇവിടെ സ്മരണീയമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാരും അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചും പ്രഭാഷണങ്ങൾ ചെയ്തും അദ്വൈത സിദ്ധാന്തത്തെ വിശാലവും നാനാമുഖവുമായ മാർഗങ്ങളിൽ കൂടി വിശ്വവ്യാപകമാക്കി തീർക്കുക തന്നെ ചെയ്തു. തന്നിമിത്തം ഗ്രന്ഥസംഖ്യകൾ കൊണ്ടും ഭാരത ദർശനങ്ങളിൽ പ്രഥമസ്ഥാനം അദ്വൈത ദർശനത്തിൽ തന്നെ നേടാൻ കഴിഞ്ഞു. സൂത്രങ്ങൾ, വൃത്തികൾ, ഭാഷ്യങ്ങൾ, വാർത്തികങ്ങൾ, ടീകകൾ, വാദങ്ങൾ, പ്രകരണങ്ങൾ തുടങ്ങി അനവധി ഗ്രന്ഥങ്ങൾ വേദാന്ത ശാഖയിലുണ്ടെങ്കിലും അവയിൽ വെച്ച് പ്രചുര പ്രചാരത്തിലിരിക്കുന്നത് പഞ്ചദശി എന്ന പ്രകരണ ഗ്രന്ഥമാവുന്നു. ശൃംഗേരി മഠാധിപതിയും വിശ്വവിശ്രുതനുമായിരുന്ന ശ്രീ വിദ്യാരണ്യ സ്വാമികളാണ് പഞ്ചദശിയുടെ പ്രണേതാവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ജനകങ്ങളായ അനേകം ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ടെങ്കിലും ഒരു ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ അവയെല്ലാം അഗണ്യങ്ങളായി തീരുന്നു എന്ന് വരാം. എന്നാൽ ശ്രീ വിദ്യാരണ്യ സ്വാമികൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കൂടി സ്പർശിക്കുന്ന ശിലാരേഖകളിൽ നിന്നും മറ്റും സുദീർഘവും സംഭവബഹുലമായ തൽചരിത്രത്തിൻ്റെ ഏകദേശ രൂപം മാത്രം നമുക്ക് ഊഹിച്ചറിയുവാൻ കഴിയും. തുംഗഭദ്ര നദീതീരത്തുള്ള ചരിത്രപ്രസിദ്ധമായ വിജയനഗരത്തിന് സമീപം ഒരു ഗ്രാമത്തിൽ ക്രിസ്തുഅബ്ദം 1296 ശ്രീ വിദ്യാരണ്യ സ്വാമികൾ ഭൂലോകജാതനായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മായണനെന്നും അമ്മയുടെ പേര് ശ്രീമതി എന്നുമായിരുന്നു. സായണനെന്നും ലോകനാഥനെന്നും 2 സഹോദരന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാധവാചാര്യർ എന്ന പേരിലാണ് പൂർവാശ്രമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സർവജ്ഞമാധവനെന്നും മാധവാമാത്യനെന്നും സർവകലാവല്ലഭനെന്നും മറ്റും പലവിധ പ്രശംസകൾക്കും അദ്ദേഹം പാത്രമായിട്ടുണ്ട്. വിജയനഗരാധിപതി 1-ാം ഹരിഹര ചക്രവർത്തിയുടെ ശ്രദ്ധയിൽപ്പെട്ട ശ്രീ മാധവാചാര്യർ ക്രമേണ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി തീരുകയാണ് ഉണ്ടായത്.
90 വർഷം വിസ്മയജനകമായ വിധം ലോകജീവിതം നയിച്ച പ്രസ്തുത മഹാൻ ഹരിഹരൻ ഒന്നാമൻ്റെയും ബുക്കരായരുടെയും ഹരിഹരൻ രണ്ടാമൻ്റെയും സജീവോത്തമനായിരുന്ന് വിജയനഗര സാമ്രാജ്യത്തെ വിജയശ്രീ പരിലാളിതമാക്കി തീർത്തുവെന്നാണ് ഐതിഹ്യം. 30 വർഷക്കാലം പ്രധാനമന്ത്രിയായി ഇരുന്നതിനു ശേഷം 80ാമത്തെ വയസ്സിൽ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് അന്നത്തെ ശൃംഗേരി മഠാധിപതി ശ്രീ ഭാരതീതീർത്ഥ സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ച് വിദ്യാരണ്യൻ എന്ന പേരിൽ അദ്ദേഹം ഒരു സന്യാസിയായി തീർന്നുവെന്നും ശ്രീ ഭാരതീതീർത്ഥ സ്വാമികളുടെ മഹാസമാധിക്ക് ശേഷം 6 വർഷത്തോളം അദ്ദേഹം ശൃംഗേരിയിലെ മഠാധിപതിയായി വിജയിച്ചരുളിയെന്നും ക്രിസ്തുബ്ദം 1386 അദ്ദേഹം ഭൗതിക പിണ്ഡം ഉപേക്ഷിച്ച് വിദേഹമുക്തി പ്രാപിച്ചുവെന്നും ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗകിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ഒരുപോലെ ശോഭിച്ചിരുന്ന ഒരു പുണ്യചരിതനായിരുന്നു ശ്രീ വിദ്യാരണ്യ സ്വാമികൾ. ഇന്ദ്രസ്യാങ്കിരസോ നളസ്യ സുമതി ശൈവ്യസ്യ മേഘാതിർ ധൗമ്യോ ധർമ്മസുതസ്യ വൈന്യ നൃപതേ സൗജാനിമേർ ഗൗതമി പ്രത്യഗ്ദൃഷ്ടിരരുന്ധതി സഹചരോ രാമസ്യ പുണ്യാത്മനോ യദ്വത്തസ്യ വിഭോരഭൂൽ കുലഗുരും മന്ത്രീ തഥാ മാധവ. ഈ പദ്യം പരാശര സ്മൃതിയുടെ വ്യാഖ്യാനത്തിൽ വിദ്യാരണ്യ സ്വാമികൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ദേവേന്ദ്രന് ബൃഹസ്പതി എന്ന പോലെയും നളന് സുമതി എന്ന പോലെയും ശൈബ്യന് മേഘാതിഥി എന്ന പോലെയും ധർമ്മപുത്രർക്ക് ധൗമ്യൻ എന്ന പോലെയും പൃഥുവിന് സൗജസ് എന്ന പോലെയും നിമിക്ക് ഗൗതമി എന്ന പോലെയും പുണ്യാത്മാവായ ശ്രീരാമചന്ദ്രന് ബ്രഹ്മനിഷ്ഠനായ വസിഷ്ഠൻ എന്ന പോലെയും ബുക്കരായ ചക്രവർത്തിക്ക് ശ്രീ മാധവാചാര്യർ കുലഗുരുവും മന്ത്രിയുമായിരുന്നു എന്നാണല്ലോ ഈ ശ്ലോകത്തിൻ്റെ സാരം. ബുക്കരായ ചക്രവർത്തിയുടെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും സകലവിധ ശ്രേയസ്സിനും നിദാനം മാധവാചാര്യർ ആയിരുന്നുവെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അന്നത്തെ പ്രസിദ്ധ പണ്ഡിതനായ അഹോബലൻ ശ്രീ വിദ്യാരണ്യ സ്വാമികളെക്കുറിച്ച് ഇപ്രകാരം വർണ്ണിച്ചു കാണുന്നു. വേദാന ഭാഷ്യകർത്ത വിവൃത മുനിവച ധാതുവൃത്തേർ വിധാത പ്രോദ്യത് വിദ്യാ നഗര്യാം ഹരിഹര നിപതേ സാർവഭൗമത്വദായി വാണീ നീലാഹി വേണി സരസിജ നിലയ കിങ്കരീതി പ്രസിദ്ധ വിദ്യാരണ്യോഗ്രഗണ്യോ ഭവദഖില ഗുരുശങ്കരോ ഈതശങ്ക. അഹോബല പണ്ഡിതൻ ശ്രീ മാധവാചാര്യരുടെ മരുമകനായിരുന്നു. അദ്ദേഹം സ്വമാതൃനായ മാധവാചാര്യരുടെ മാഹാത്മ്യമെല്ലാം അടുത്തറിഞ്ഞതിനു ശേഷം എഴുതിയതായിരിക്കണം പ്രസ്തുത ശ്ലോകം. ഈ ശ്ലോകത്തിൽ നിന്നും മാധവാചാര്യരുടെ ലൗകിക ജീവിതത്തിൻ്റെയും സന്യാസ ജീവിതത്തിൻ്റെയും മഹത്വാതിശയം സ്പഷ്ടമാകുന്നുണ്ടല്ലോ. ശൃംഗേരി മഠത്തിൻ്റെ സമുത്കർഷത്തിനും പ്രതിഷ്ഠയ്ക്കും കാരണഭൂതൻ ശ്രീ വിദ്യാരണ്യ സ്വാമികളാണ്. അദ്ദേഹം ശൃംഗേരി മഠാധിപതിയായിരുന്നപ്പോൾ ഹരിഹര ചക്രവർത്തി ദ്വിതീയനും അദ്ദേഹത്തിൻ്റെ മകൻ ചിക്കരായനും ശൃംഗേരിയിലേക്ക് അനവധി ഭൂമികളും ധനങ്ങളും ദാനം ചെയ്തിട്ടുണ്ട്. ആ രാജാക്കന്മാർ രണ്ടുപേരും വിദ്യാരണ്യ സ്വാമികളുടെ ഭക്തന്മാരായിരുന്നു. വിദ്യാരണ്യ സ്വാമികളുടെ ദേഹവിയോഗത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ മഹാത്മ്യങ്ങൾ ഹരിഹരൻ ദ്വിതീയൻ ശിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആ രാജാവിൻ്റെ ഗുരുഭക്തി സർവാതിശയിനിയായി പരിലസിക്കുന്നത് കാണാം. ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ശ്രീ വിദ്യാരണ്യ സ്വാമികൾ അന്യാദൃശമായ ഒരു സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. വൈദികം, താന്ത്രികം, വൈദ്യം, ജ്യോതിഷം, വ്യാകരണം, യോഗം, വേദാന്തം, സാഹിത്യം, ചരിത്രം തുടങ്ങി വിവിധ ശാഖകളിൽ മഹത്തരങ്ങളായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം വിരചിച്ചതായി കാണുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ മാധവീയ ധാതുവൃത്തി, കാലമാധവം, ജൈമിനീയ ന്യായമാല, പരാശരമാധവം, മാധവനിദാനം, ശങ്കര ദിഗ്വിജയം, സൂതസംഹിതാവ്യാഖ്യാനം, സർവദർശന സംഗ്രഹം, വിവരണപ്രമേയ സംഗ്രഹം, ബൃഹദാരണ്യ വാർത്തിക സാരം, ജീവൻ മുക്തി വിവേകം, അനുഭൂതി പ്രകാശം, ഐതരയോപനിഷത് ദീപിക, തൈത്രിയോപനിഷത് ദീപിക, ഛാന്തോഗ്യോപനിഷത് ദീപിക, പഞ്ചദശി മുതലായവ എത്രയും. ശ്രീ ഭാരതീതീർത്ഥ സ്വാമികളുടെ കൂടെ ശൃംഗേരിയിൽ താമസിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ശ്രീ വിദ്യാരണ്യ സ്വാമികൾ പഞ്ചദശി എഴുതിയതെന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്നു. പഞ്ചദശിയിൽ തത്വവിവേകം മുതൽ നാടകദീപം വരെയുള്ള 10 പ്രകരണങ്ങൾ മാത്രമേ വിദ്യാരണ്യ സ്വാമികൾ എഴുതിയുള്ളൂവെന്നും യോഗാനന്ദം മുതൽ വിഷയാനന്ദം വരെയുള്ള ബാക്കി പ്രകരണങ്ങൾ ഭാരതീതീർത്ഥ സ്വാമികൾ എഴുതിയതാണെന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്.
പ്രതിപാദന ശൈലി കൊണ്ടും മറ്റും ആ അഭിപ്രായം ശരിയായേക്കാമെന്നും തോന്നുന്നു. ശ്രുതിക്കും യുക്തിക്കും അനുഭവത്തിനും ഇണങ്ങത്തക്കവണ്ണം വേദാന്ത വിഷയങ്ങളെ ചമത്കാരജനകമായ ഭാഷയിൽ വിരചിച്ചിട്ടുള്ള ഒരു മഹനീയ ഗ്രന്ഥമാണ് പഞ്ചദശി. പണ്ഡിതനും പാമരനും ഒരുപോലെ രുചിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് വേദാന്ത തത്വങ്ങൾ വിവരിക്കുന്ന വിഷയത്തിൽ പഞ്ചദശിയോട് കിടപിടിക്കാൻ മറ്റധികം ഗ്രന്ഥങ്ങൾ കാണുമെന്നും തോന്നുന്നില്ല. വേദാന്ത കേസരിയായ മഹാമണ്ഡലേശ്വരൻ ശ്രീ മഹേശ്വരാനന്ദ ഗിരിസ്വാമികൾ പഞ്ചദശിയെക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ രേഖപ്പെടുത്തി കാണുന്നു: അത ഏവ സംക്ഷിപ്തതയാ സരളതയാ വിശദയുക്തിഭിശ്ച ന കില ശ്രുതിസ്മൃതി പുരാണ പ്രതിപാദിത കേവലാദ്വൈത സിദ്ധാന്ത വർണ്ണന തത്പരസ്യാദി ധന്യസ്യ പഞ്ചദശീ ഗ്രന്ഥസ്യ പ്രമേയ ബഹുലസ്യ സുബോധ സമർപ്പകസ്യ മുമുക്ഷുജന മനോഹരസ്യ സദ്ഗ്രന്ഥസ്യ സദൃശോ വേദാന്ത ജഗതി നാസ്തി ദ്വിതീയോ ഗ്രന്ഥ ഇതി വിദുഷാം കഥനം യഥാർത്ഥമേവ സിദ്ധ്യതി അത്യുക്തിതാം സമർത്ഥയതി. തത്വങ്ങളുടെ സംക്ഷേപം, സാരല്യം, വിശദമായ യുക്തികൾ മുതലായവയാൽ അദ്വൈത ബ്രഹ്മതത്വത്തെ ആർക്കും മനസ്സിലാകാത്ത വിധം പ്രതിപാദിക്കുന്ന വിഷയത്തിൽ പഞ്ചദശിയോട് കിടനിൽക്കുന്നതിന് വേദാന്ത പ്രപഞ്ചത്തിൽ രണ്ടാമതൊരു ഗ്രന്ഥമില്ലെന്നുള്ള വിദ്വാൻമാരുടെ അഭിപ്രായം വളരെ ശരിയാണ്. അതിൽ അതിശയോക്തി ദേശം പോലുമില്ല എന്നാണല്ലോ മഹേശ്വരാനന്ദ സ്വാമികളുടെ അഭിപ്രായത്തിൻ്റെ ചുരുക്കം. ഇതുപോലെ മറ്റു പല മഹാപണ്ഡിതന്മാരും പഞ്ചദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വളരെ പ്രശംസിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുത പ്രത്യേകം സ്മരണീയമാകുന്നു. ഒരാൾക്ക് ബ്രഹ്മനിഷ്ഠനാകുവാൻ പഞ്ചദശി മാത്രം പഠിച്ചാൽ മതിയെന്ന് ശ്രീ പരമഭട്ടാര ഭഗവത്പാദനും സ്വശിഷ്യന്മാരോട് പലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ട്. ആത്മാവിൻ്റെ സ്വയം സിദ്ധത, ബ്രഹ്മാത്മൈക്യം, ആത്മാവിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും തടസ്ഥ ലക്ഷണം, സ്വരൂപ ലക്ഷണം, മായ, അവിദ്യ, ഈശ്വരൻ, ജീവൻ, ജഗത്ത്, ജഗന്മിഥ്യാത്വം, ഉൽപ്പത്തിവാദം, പരിണാമവാദം, വിവർത്തവാദം, ബിംബപ്രതിബിംബവാദം, അവച്ഛേദവാദം, ആഭാസവാദം, ക്രമസൃഷ്ടി, യുഗപത് സൃഷ്ടി, ബന്ധം, ജീവൻ മുക്തി, വിദേഹമുക്തി, മോക്ഷസാധനങ്ങളായ ശ്രവണം, മനനം, നിധിധ്യാസനം, സവികൽപ്പസമാധി, നിർവികൽപ്പസമാധി, തത്വമസ്യാദി മഹാവാക്യ വിവരണം തുടങ്ങി വേദാന്ത ശാസ്ത്രത്തിലെ മുഖ്യ വിഷയങ്ങളെല്ലാം പഞ്ചദശിയിൽ അടങ്ങിയിട്ടുണ്ട്. ആത്മാവിൻ്റെ സ്വയം സിദ്ധത വേദാന്തികളുടെ മൗലികമായൊരു സിദ്ധാന്തമാണല്ലോ. ആ സിദ്ധാന്തത്തെ സരസമായി പ്രതിപാദിച്ചുകൊണ്ടാണ് പഞ്ചദശി തത്വവിവേകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശബ്ദസ്പർശാദയോ വേദ്യ വൈചിത്രാ ജാഗരേ ഭൃതൻ തതോ വിഭക്ത തത് സംവിധൈകരൂപ്യാം ന ഭിദ്യതേ തഥാ സ്വപ്നേത്ര വേദ്യം ത്വനസ്ഥിരം ജാഗരേ സ്ഥിരം തത് ഭേദോതസ്തയോ സംവിധേകരൂപാ ന ഭിദ്യതേ സുപ്തോത്ഥിതസ്യ സൗഷുപ്തതമോ ബോധോ ഭവേത് സ്മൃതി സാചാവബുദ്ധ വിഷയാവബുദ്ധം തത്തദാതമ സബോധോ വിഷയാത് ഭിന്നോ ന ബോധാത് സ്വപ്നബോധവത് ഏവം സ്ഥാനത്രയേപ്യയോ അപ്യേകാ സംവിത് തദ്വദ്ദിനാന്തരേ മാസാത്തൈവ കൽപ്പേഷു ഗതാഗമ്യേഷ്വനേകഥാ നോദേതി നാസ്തമേത്യേകാ സംവിദേശാ സ്വയം പ്രഭാ. ഇയമാത്മാ. ഉണർവിലും കിനാവിലും ഉറക്കത്തിലും അനുഭവപ്പെടുന്ന സകല വിഷയങ്ങളും വിഭിന്നങ്ങളാണെങ്കിലും അവയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഏകരൂപമായി തനിയെ വിളങ്ങുന്ന ഒരറിവ് നിരന്തരം തുടർന്ന് നിലകൊള്ളുന്നു. ദിവസങ്ങളും മാസങ്ങളും യുഗങ്ങളും കൽപ്പങ്ങളും വന്നും പോയും ഇരുന്നാലും ഈ അറിവിന് ഉദയമോ നാശമോ സംഭവിക്കുന്നില്ല. പരസഹായം കൂടാതെ സ്വതന്ത്രമായി പ്രകാശിക്കുന്ന ആ മുറ്ററിവാണ് ആത്മാവ് എന്നാണല്ലോ പ്രസ്തുത ശ്ലോകങ്ങളുടെ ചുരുക്കം. ഈ ശ്ലോകങ്ങൾ ആത്മാസ്തിത്വം സ്വതസിദ്ധമാണെന്നുള്ള പരമാർത്ഥത്തെ നല്ലതുപോലെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലായാൽ വേദാന്തത്തിലെ മറ്റു വിഷയങ്ങൾ ഗ്രഹിക്കാൻ വലിയ വിഷമതയില്ല. അതിനാൽ ഇതല്പം കൂടി വിവരിക്കാം. നമുക്ക് അനുഭവപ്പെടുന്ന രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം മുതലായ വിഷയങ്ങൾ വിഭിന്ന രീതിയിലാണ് പ്രകാശിക്കുന്നത്. എന്നാൽ അവയെക്കുറിച്ചുള്ള അറിവ്, രൂപജ്ഞാനം, ഗന്ധജ്ഞാനം മുതലായവയിലെ ജ്ഞാനാംശം ഒരേ രൂപത്തിൽ വിളങ്ങുന്നു. വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ബോധം തുടർന്ന് നിലകൊള്ളുന്നു. ഉണരുമ്പോഴും കിനാവ് കാണുമ്പോഴും ഉറങ്ങുമ്പോഴും ആ അറിവിന് യാതൊരു മാറ്റവുമില്ല. സകല വ്യവഹാരങ്ങളും അനുഭവസ്വരൂപമായ ആ ബോധത്തിലാണ് നടക്കുന്നത്. ശബ്ദസ്പർശാദി വിഷയങ്ങളുടെ അനുഭവം പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ടാണ് സിദ്ധിക്കുന്നത്. അതിനാൽ അവ പ്രമാണസിദ്ധങ്ങളാവുന്നു. എന്നാൽ ആ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനമാകട്ടെ യാതൊരു പ്രമാണത്തിൻ്റെയും സഹായം കൂടാതെ തനിയെ തന്നെ സിദ്ധിക്കുന്നു.
ആ കേവല ബോധത്തെയാണ് വേദാന്തികൾ ആത്മാവെന്ന് പറയുക. അതിനാൽ ആത്മാവ് സ്വയം സിദ്ധമാണെന്ന് നിർണയിക്കാം. ആത്മാവ് പ്രമാണാദി വ്യവഹാരാശ്രയത്വാൽ പ്രാഗേവ പ്രമാണാദി വ്യവഹാരാ സിദ്ധ്യതി ന ചേതുഷസ്യ നിരാകരണം സംഭവതി ആഗന്തുകം ഹി വസ്തു നിരാക്രിയതേ ന സ്വരൂപം നഹി അഗ്നേരൗഷ്ണ്യം അഗ്നിനാ നിരാക്രിയതേ. അതായത് ആത്മാവാകട്ടെ പ്രമാണാദി വ്യവഹാരങ്ങൾക്ക് ആശ്രയമായിരിക്കുക നിമിത്തം ആ പ്രമാണാദി വ്യവഹാരങ്ങൾക്ക് മുമ്പ് തന്നെ അതുണ്ടെന്ന് സിദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ അസ്തിത്വം നിരാകരിക്കാൻ സാധ്യമല്ല. ഇടയ്ക്കു കയറി വന്ന വസ്തുവിനെ മാത്രമേ നിരസിക്കുവാൻ കഴിയുകയുള്ളൂ. സ്വതസിദ്ധമായിട്ടുള്ള ഒന്നിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അഗ്നിയുടെ ഉഷ്ണത്തെ ആ അഗ്നിക്ക് തന്നെ നിരാകരിക്കാൻ കഴിയുകയില്ലല്ലോ. ഇങ്ങനെയാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ ആത്മാവിൻ്റെ സ്വയം സിദ്ധതയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഞാൻ എന്നിങ്ങനെ സകല ജന്തു ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നതും ദേഹേന്ദ്രിയാദികളിൽ നിന്ന് വിഭിന്നവും കേവലം ബോധസ്വരൂപവുമായ ആത്മാവ് തന്നെയാണ് ശ്രുതിസ്മൃതി പുരാണേതിഹാസങ്ങളിൽ സച്ചിദാനന്ദ സ്വരൂപമായി പ്രതിപാദിക്കപ്പെടുന്ന പരബ്രഹ്മമെന്നുള്ള തത്വത്തെ 15 പ്രകരണങ്ങളിലായി പല പ്രകാരത്തിൽ പ്രദർശിപ്പിച്ച് മോഹനിദ്രയിലാണ്ട് കിടക്കുന്ന ജനസഞ്ചയത്തെ ഉണർത്തി ജീവൻ മുക്തന്മാരാക്കി തീർക്കുകയാണ് പഞ്ചദശിയുടെ പരമമായ പ്രയോജനം. അതിനാൽ മുമുക്ഷുക്കൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണ് വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശിയെന്നും അതിൻ്റെ മാഹാത്മ്യം വർണ്ണനാതീതമാണെന്നും സിദ്ധിക്കുന്നു. പഞ്ചദശിയിൽ 15 പ്രകരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 5 എണ്ണം വിവേകം എന്ന പേരിലും, രണ്ടാമത്തേത് ദീപം എന്ന പേരിലും, മൂന്നാമത്തേത് ആനന്ദം എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുന്നത്. ആദ്യത്തേത് വിവേകം എന്ന് പറയുമ്പോൾ സത്യാസത്യ നിത്യാനിത്യ വിവേകം എന്നുള്ള ഇതിൽ നിന്ന് എടുത്താൽ സത്ത് ഏതാണ് അസത്ത് ഏതാണെന്നുള്ള ഒരു വിവേചനം നടത്തി സത്ത് എന്താണെന്നുള്ളതാണ്, സത്തിനെ കുറിച്ചാണ് അവിടെ മുഖ്യമായിട്ടും സദ്ഭാവത്തെക്കുറിച്ചാണ്, ബ്രഹ്മത്തിൻ്റെ സദ്ഭാവം. രണ്ടാമത്തെ പ്രകരണം ദീപം എന്ന പേരിലാണ് അവസാനിക്കുന്നത്. ദീപം എന്നതുകൊണ്ട് പ്രകാശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ലക്ഷണ എടുത്താൽ ഇത് ചിത്ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത് ആനന്ദം. അപ്പോൾ ആത്മാവിൻ്റെ സച്ചിദാനന്ദ ഭാവത്തെ ആണ് ഈ 15 പ്രകരണങ്ങൾ കൊണ്ട് ജഗത്തിൻ്റെ മിഥ്യാത്വവും സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൻ്റെ സത്യത്വവും ബോധിപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചദശിയിലൂടെ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രകരണം പ്രത്യക് തത്വവിവേകം എന്നാണ്. ഒന്നാമത്തെ പ്രത്യക് തത്വം എന്ന് പറയുമ്പോൾ ആ പ്രത്യേകാത്മാവ് അന്തരാത്മാവായിരിക്കുന്ന ആ ഈശ്വരൻ, ആ ബ്രഹ്മസ്വരൂപം, ആ തത്വത്തെ വിവേചിച്ചറിയാനുള്ള പ്രകരണമാണ് പ്രത്യക് തത്വം. പ്രത്യക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിൽ സൂക്ഷ്മമായി. ഒന്നാമത്തെ പദ്യം: നമഃ ശ്രീ ശങ്കരാനന്ദ ഗുരുപാദാംബുജന്മനെ സവിലാസ മഹാമോഹ ഗ്രാഹഗ്രാസൈക കർമ്മണേ. നമഃ ശ്രീ ശങ്കരാനന്ദ ഗുരുപാദാംബുജന്മനെ സവിലാസ മഹാമോഹ ഗ്രാഹഗ്രാസ ഏക കർമ്മണേ. നമഃ ശ്രീ. ഇത് ഗ്രന്ഥം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മംഗളാചരണം, എല്ലാ ഗ്രന്ഥങ്ങൾക്കും മംഗളാചരണം ശിഷ്ടാചാരം പ്രകാരം ചെയ്യാറുണ്ട്. മംഗളാചരണമായിട്ടും ഇതിനെ പറയും, അതുപോലെ ഗുരുവന്ദനമായിട്ടും. വിദ്യാരണ്യ സ്വാമികളുടെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ ശങ്കരാനന്ദ ഗുരു, അദ്ദേഹം ആരാണെന്ന് കൃത്യമായി അറിയില്ല, ശങ്കരാനന്ദൻ എന്നൊരു ഗുരു ഉണ്ടായിരുന്നു എന്നും ആ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ടുള്ള പദ്യം മംഗളാചരണമായിട്ടും കാണാം, ഗുരുവന്ദനമായിട്ടും കാണാം. അതുപോലെ ഈശ്വരനെ, ആ ദക്ഷിണയ ഗുരു ഈശ്വരൻ തന്നെയാണ്. ഗുരു ആ ഈശ്വര സ്വരൂപമാണ്, ഈശ്വരനെ നമസ്കരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും വ്യാഖ്യാനിക്കുന്നു. പദ്യം: നമഃ ശ്രീ ശങ്കരാനന്ദ ഗുരുപാദാംബുജന്മനെ. അതായത് നമസ്കാരം ശ്രീ ശങ്കരാനന്ദ ഗുരുപാദാംബുജന്മൻ. ശ്രീ ശങ്കരാനന്ദൻ എന്ന ഗുരുവിൻ്റെ പാദാംബുജത്തെ, അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദത്തെ ഞാൻ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള ഗുരുവാണ്? സവിലാസ മഹാമോഹ ഗ്രാഹഗ്രാസൈക കർമ്മണി. ഏക കർമ്മണി, ഒരു കർമ്മ മാത്രമാണ് ആ ഗുരുവിനുള്ളത്. എന്താണ്? സവിലാസ മഹാമോഹ ഗ്രാസൈക. അതായത് സവിലാസ മഹാമോഹം ഗ്രാസൈക കർമ്മണി. ഗ്രാസം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, ഇല്ലാതാക്കുക.
ഇല്ലാതാക്കുക എന്നുള്ള ഒരേ ഒരു കർമ്മമാണ് ആ ഗുരുവിനുള്ളത്. എന്താണ് ഇല്ലാതാക്കുന്നത്? ഗ്രാഹഗ്രാസൈക, മഹാമോഹഗ്രാഹകാസൈക. ഗ്രാഹം എന്നാൽ മുതല. മഹാമോഹഗ്രാഹം, മഹാമോഹം ആകുന്ന, അജ്ഞാനമാകുന്ന, മൂലാജ്ഞാനം, അവിദ്യയാകുന്ന ആ മുതലയെ ഇല്ലാതാക്കുക, വിഴുങ്ങുക എന്നുള്ള ഏക കർമ്മമാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുള്ള മഹാമോഹമാണ്? സവിലാസ മഹാമോഹ ഗ്രാഹഗ്രാസേയ കർമ്മണി. സവിലാസം, സവിലാസം പറഞ്ഞാൽ കാര്യത്തോടു കൂടിയിരിക്കുന്ന, നാമരൂപാത്മകമായി പ്രപഞ്ചമായി കാര്യപ്പെട്ടിരിക്കുന്ന, കാര്യത്തോടു കൂടിയിരിക്കുന്ന ആ അജ്ഞാനം, അങ്ങനെയുള്ള ആ അജ്ഞാനമാകുന്ന ആ മുതലയെ വിഴുങ്ങുക, ഇല്ലാതാക്കുക എന്നുള്ള ഏക കർമ്മം, ആ ഒരു മുഖ്യമായ പ്രവൃത്തി, അത് ആ വിശേഷത്തോടു കൂടിയിരിക്കുന്ന ശ്രീ ശങ്കരാനന്ദ ഗുരുപാദാംബുജന്മനെ നമ. അതായത് ആ ശങ്കരാനന്ദനാകുന്ന ഗുരുവിൻ്റെ പാദാംബുജത്തിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ശങ്കരാനന്ദ ഗുരു ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ മംഗളാചരണമായിട്ട് പറയും, പിന്നെ ഗുരുവന്ദനമായിട്ട് പറയുമെന്ന് പറയുമ്പോൾ ശങ്കരാനന്ദൻ ഒരു ഗുരു ഉണ്ടായിരിക്കാം, അങ്ങനെ ഗുരുവിനെ നമസ്കരിക്കുന്നു എന്നൊരു അർത്ഥം പറയുന്നു. കൂടാതെ ശങ്കര ആനന്ദ എന്ന പദത്തെ ഈശ്വര സ്വരൂപമായിട്ടും പഠിക്കുന്നു. ശം കരോതി ഇത് ശങ്കര, അത് ശം എന്നാൽ സുഖം, അല്ലെങ്കിൽ ആ ശാന്തി, ആ സുഖത്തെ, ആ ആത്മസുഖത്തെ തരുന്നവൻ എന്ന അർത്ഥത്തിൽ ആത്മാവ് തന്നെയാണ് ശങ്കര എന്നുള്ള പദം കൊണ്ട് ആത്മാവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും. ആനന്ദം, അപ്പം ശം കരോതി, ശം ചെയ്യുന്നവനും ആനന്ദം സുഖം തരുന്നവനും ആനന്ദസ്വരൂപനുമായിരിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മൻ തന്നെയാണ്, ഈശ്വരൻ ആ ആത്മസ്വരൂപൻ തന്നെയാണ്. അങ്ങനെ ആത്മസ്വരൂപമായിരിക്കുന്ന ആ ഗുരുവിൻ്റെ പാദകമലങ്ങളെ നമസ്കരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും ഈ പദ്യത്തെ വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും സവിലാസ മഹാമോഹ ഗ്രാഹഗ്രാസൈക കർമ്മം. സവിലാസ മഹാമോഹ ഗ്രാഹഗ്രാസൈക കർമ്മം. അപ്പോൾ ഈ മുതല ആകുന്ന, മഹാമോഹമാകുന്ന മുതല, അത് സംസാരമാകുന്ന കടലിലോട്ട് വലിച്ച് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ അങ്ങനെ വലിച്ച് പോയി മുതലയുടെ വായിപ്പെട്ടിരിക്കുന്ന ആ അജ്ഞാനിയായ ആ ജീവനെ, മുതലയെ ഇല്ലാതാക്കി, അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് ഇല്ലാതാക്കുക എന്ന മുഖ്യമായ കർമ്മത്തോടു കൂടിയിരിക്കുന്ന ആ ജ്ഞാനസ്വരൂപമാണ് ആത്മാവ്. അങ്ങനെയുള്ള ആത്മസ്വരൂപത്തെ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു എന്ന അർത്ഥവും അവിടെ പറയാം. ഗുരുനാഥനെ വന്ദിക്കുന്നു എന്ന അർത്ഥം എടുക്കാം. അപ്പോൾ ഗുരുവിൻ്റെ കൃപ കൊണ്ടാണ് അജ്ഞാനം ഇല്ലാതാകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലും ആ ജ്ഞാനം എന്ന അർത്ഥത്തിലും ബ്രഹ്മസ്വരൂപം എന്ന അർത്ഥത്തിലും ശങ്കരാനന്ദ ശബ്ദത്തെ വ്യാഖ്യാനിച്ചിട്ട് പറയും. ഇനി ഒരു ഗ്രന്ഥം പറയുമ്പോൾ അധികാരി വിഷയ സംബന്ധ പ്രയോജനം. ആരാണ് ഈ വിദ്യ അഭ്യസിക്കാൻ അധികാരി? ഏത് വിഷയമാണ് ഗ്രന്ഥത്തിലൂടെ പറയുന്നത്, അതും അധികാരിയും നമ്മുടെ സംബന്ധം എന്താണ്, ഇത് പഠിച്ചാലുള്ള പ്രയോജനം എന്താണ്, ഈ 4 കാര്യങ്ങൾ അനുബന്ധ ചതുഷ്ടയം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം ഇവിടെ ഈ ആദ്യത്തെ പദ്യത്തിൽ ഈ അനുബന്ധ ചതുഷ്ടയത്തിൽ വിഷയം പറയുന്നുണ്ട്. ബ്രഹ്മാത്മൈക്യമാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. ബ്രഹ്മാത്മൈക്യമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഇതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. കാരണം സവിലാസ മഹാമോഹ ഗ്രാഹഗ്രാസൈ കർമ്മണി, അജ്ഞാനത്തെ ഇല്ലാതാക്കുക എന്ന് പറയും മോക്ഷമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ അനർത്ഥ നിവൃത്തിയും ആനന്ദപ്രാപ്തിയുമാണ് മോക്ഷം. നേരത്തെ സ്വാമിജിയുടെ അവതാരികയെ പറഞ്ഞിരുന്നു. അനർത്ഥ നിവൃത്തിയും കാര്യപ്പെട്ട ഇല്ല, അവതാരിയെ പറഞ്ഞില്ല. കാര്യപ്പെട്ടതെന്നുള്ള അർത്ഥമാണ് പലയിടത്തും. വേറെ രീതിയിൽ ഞാൻ ആലോചിച്ചു, ഒരു ശരിയാണെന്ന് ടീച്ചറെന്ന് പറയും. ഈ വിലാസ ശബ്ദമാണല്ലോ, ലസ് ശ്ലേഷണ എന്നാണ് അതിൻ്റെ ധാതു. ഇപ്പോൾ ശ്ലേഷിക്കുക, ആശ്ലേഷിക്കുക, പിടിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഈ മഹാമോഹമാകുന്ന ഗ്രാഹം പിടിച്ചു വലിച്ചുകൊണ്ട് പോകണം. ഈ മുതലയുടെ സ്വഭാവമാണല്ലോ. ഇപ്പോൾ കരയ്ക്ക് നിൽക്കുന്ന ഒരാളെ ചെറുപ്പം പിടിച്ച് കളിച്ചിട്ടുകൊണ്ടാണ്, അതെ, അല്ല പിടിച്ചോണ്ട് പോവുകയാണല്ലോ മുതല, പിടിച്ചോണ്ട് പോകും. അപ്പോൾ അത് വലിച്ച് ആശ്ലേഷിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന അതിനെ ആ ഭാവത്തെ കൂടെ വേണമെങ്കിൽ അതുകൂടെ പറയാൻ
സാധിക്കുമല്ലോ. വിലാസത്തോടു കൂടിയ മഹാമോഹമാണ്. കാര്യപ്പെട്ട ആ പ്രപഞ്ചമായ വിഷയങ്ങളായിട്ട് കാര്യപ്പെട്ടിരിക്കുന്ന ആ മഹാമോഹം എന്നും പറയാം. ഈ ഒരു സ്വഭാവത്തോടു കൂടിയ മഹാമോഹം, നമ്മളെ വിഷയങ്ങളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ആ മുതലയുടെ സ്വഭാവം അവിടെ വേണമെങ്കിലൊന്ന് സാദൃശ്യപ്പെടുത്താൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സംസാരമാകുന്ന മഹാമോഹമാകുന്ന അജ്ഞാനമാകുന്ന ആ മുതലയുടെ വായിപ്പെട്ടിരിക്കുന്നതാണ് ജീവൻ. ആ ജീവൻ്റെ അജ്ഞാനത്തെ, ആ മുതലെ ഇല്ലാതാക്കി ആ ജീവന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ ഗുരുവിന് നമസ്കാരം. അപ്പോൾ ഈ വിഷയം, ഈ ബ്രഹ്മാത്മൈക്യം സിദ്ധിച്ചാൽ അനർത്ഥ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഫലം എന്നും ഈ പറയും. ഇനി ഈ ഗ്രന്ഥത്തിൻ്റെ പഠിക്കാൻ ഇല്ലെങ്കിൽ ഈ വിദ്യ അഭ്യസിക്കാനുള്ള അധികാരി ആരാണ് എന്നുള്ളതും ഈ അടുത്ത പദ്യത്തിൽ പറയും. എന്തിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം നിർമ്മിക്കപ്പെടുന്നത്? അപ്പോൾ ഇതിൻ്റെ അധികാരി സംബന്ധവും അവിടെ പറയും. തൽപാദാംബുരുഹദ്വന്ദ്വസേവാ നിർമ്മലചേതസാം സുഖബോധായ തത്വസ്യ വിവേകോയം വിധീയത്തെ. അപ്പം പാദാംബുരുഹ ദ്വന്ദ്വസേവാ നിർമ്മലചേതസാം സുഖബോധായ തത്വസ്യ വിവേകഃ അയം വിധീയത്തെ. അങ്ങനെ പദമുണ്ട്. അപ്പോൾ ഇത് വിധീയത, ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എന്താണ് ഈ തത്വസ്യ വിവേകഃ, അയം തത്വസ്യ വിവേകഃ. ഈ തത്വവിവേകം, ഈ പ്രകരണത്തിൻ്റെ പേര് തത്വവിവേക പ്രകരണമെന്നാണ്. ഈ തത്വവിവേക പ്രകരണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ്? സുഖബോധായ തത്വസ്യ വിവേകോയം വിധീയതേ. സുഖബോധായ, സുഖമായി അറിയുന്നതിന് വേണ്ടി, അനായാസമായിട്ട് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അറിയാനായിക്കൊണ്ട് ഈ തത്വവിവേകം എന്ന പ്രകടനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കു വേണ്ടി? നിർമ്മല ചേതസ, നിർമ്മലന്മാരായ, അല്ലെങ്കിൽ അന്ധകരണശുദ്ധി വന്നിട്ടുള്ള, അന്ധകരണശുദ്ധി ഉള്ളവർക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് അന്ധകരണശുദ്ധി ഉണ്ടാകുക? പാദാംബുരുഹ ദ്വന്ദ്വസേവാ നിർമ്മല ചേതസാം എന്നാണ്. അപ്പോൾ ആ ഗുരുനാഥനെ വന്ദിച്ചു. ആ ഗുരുവിൻ്റെ പാദാംബുരുഹം, അതായത് ആ അദ്ദേഹത്തിൻ്റെ ആ പാതാരവിന്ദ ദ്വന്ദ്വം, ആ രണ്ട് പാദങ്ങളെയും സേവാ നിർമ്മല ചേതസ, ആ സേവ കൊണ്ട്, ആ പാദങ്ങളുടെ സേവ കൊണ്ട് നിർമ്മല ചേതസന്മാരായിരിക്കുന്നവർ, ആ നിർമ്മല ബുദ്ധികളായിട്ടുള്ള, ഇപ്പോൾ ഗുരുവിൻ്റെ സേവ കൊണ്ട് നിർമ്മല ചിത്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് സുഖമായി അറിയുന്നതിന് വേണ്ടിയാണ് ഈ തത്വവിവേക പ്രകടനം നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുവിൻ്റെ സേവ എന്ന് പറയുമ്പോൾ ഗുരുവിനെ ബാഹ്യമായി സേവിക്കുക എന്നത് മാത്രമല്ല, ഗുരുവിൻ്റെ സേവ എന്ന് പറഞ്ഞാൽ ഗുരു ഉപദേശിക്കുന്ന തത്വങ്ങളെ അനുഷ്ഠിച്ച് അതിനെ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഗുരുസേവ കൊണ്ട് യഥാർത്ഥ അർത്ഥം. അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവരുന്ന ഗുരുസേവ കൊണ്ട് ഗുരു പറയുന്ന സാധനാക്രമങ്ങളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അന്ധകരണശുദ്ധി ഉണ്ടാവും. അങ്ങനെ അന്ധകരണശുദ്ധി ഉണ്ടായാൽ അവർക്ക് ഈ തത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള സാധന ചെയ്ത് ചിത്തശുദ്ധി നേടിയവർക്ക് വേണ്ടിയാണ് ഈ ഇപ്പോൾ. കാരണം അധികാരമാണ് ഇവിടെ പറയുന്നത്. ആരാണ് അധികാരി എന്നും ഗുരുവിനെ സേവിച്ച് ചിത്തശുദ്ധി നേടിയവരാണ്. അപ്പോൾ സാധനനിഷ്ഠ സമ്പത്താണ് അധികാരി ലക്ഷണമായിട്ട് ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത്. അപ്പോൾ സാധനനിഷ്ഠ സമ്പത്തിൽ വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്കം, മുമുക്ഷുത്വം, ഇവ നാലുമാണ് സാധനനിഷ്ഠ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിത്യാനിത്യ വസ്തു വിവേകം ചെയ്ത് സത്യമേത് അസത്യമേതെന്ന് വിവേചിച്ചറിഞ്ഞ വിവേകം ബുദ്ധി കൊണ്ട് വൈരാഗ്യം ഉണ്ടാവുന്നു. വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ശമം, മനസ്സിൻ്റെ അടക്കം, ദമം, ശരീരത്തിൻ്റെ അടക്കം, ഉപരതി, മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോവുക, ഉപരതി, തിദിക്ഷ, എന്തോ പ്രയാസങ്ങൾ വന്നാലും സഹിക്കാനുള്ള കഴിവ്, ശ്രദ്ധ, ഈശ്വരനിലും ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസം, ശ്രദ്ധ, സമാധാനം, അത് മനസ്സിൻ്റെ അടക്കം, ഇത് ഇത്രയും ശാന്തി, സമാധീയതയിൽ മനസ്സ് എല്ലാ വിഷയങ്ങളിൽ നിന്ന് അടങ്ങി പിന്തിരിഞ്ഞ് ആ എന്താ പറയുക നിരുദ്ധമാകുക എന്നുള്ള അവസ്ഥ. ചിത്തം സമയമായെത്തി, ബുദ്ധി ചഞ്ചലപ്പെടാതെ സമാധാനം, ഇത്രയും വന്നു കഴിഞ്ഞാൽ മുമുക്ഷുത്വം ഉണ്ടാവും, മോക്ഷേച്ഛ, തീവ്രമായ മോക്ഷേച്ഛ ഉണ്ടാവും.
അപ്പം അങ്ങനെ തീവ്രമായ മുമുക്ഷുത്വം വരുമ്പോഴാണ് അധികാരിത്വം ഉണ്ടാകുന്നത്, വേദാന്ത പഠനത്തിന് അധികാരിയാണ്. അപ്പം ഇവിടെ ഈ ഒരു പദ്യം കൊണ്ട് തൽപാദാംബുരുഹ ദ്വന്ദ്വസേവാ നിർമ്മല ചേതസ, അപ്പം അന്ധകരണ ശുദ്ധി വന്നെങ്കിൽ മാത്രമേ വേദാന്ത ദർശനം നമുക്ക് ബോധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അനായാസമായിട്ട് വേദാന്ത തത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ നിർമ്മല ചേതസ് ഉണ്ടെങ്കിൽ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഗുരു പറഞ്ഞിട്ടുള്ള സാധനാക്രമങ്ങളെ അനുഷ്ഠിച്ച് അതിനെ അനുഭവത്തിൽ വരുത്തുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ തത്വവിവേക പ്രകരണം എന്ന ഈ പ്രകരണം നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഗ്രന്ഥം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പഞ്ചദശി എന്ന ഗ്രന്ഥം അതിനുവേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആചാര്യൻ പറയും. ശബ്ദസ്പർശാദയോ വേദ്യാഃ വൈചിത്ര്യാത്യാഗരേ പൃഥക് തതോ വിഭക്താ തത് സംവിതൈകരൂപ്യാൻ ന ഭിദ്യതേ. ശബ്ദസ്പർശാദയോ വേദ്യാഃ വൈചിത്ര്യാത് ജാഗരേ പൃഥക് തതഃ വിഭക്താ തത് സംവിത് ഏകരൂപ്യാത് ന ഭിദ്യതേ. ജാഗരേ വേദ്യാഹ, ജാഗ്രത അവസ്ഥയിൽ, ജാഗ്രത അവസ്ഥ നമുക്കറിയാം, എല്ലാ വിഷയങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ വേദ്യാഹ അറിയപ്പെടാൻ യോഗ്യങ്ങളായിട്ടുള്ള ശബ്ദസ്പർശാദേഹ, ശബ്ദം സ്പർശം രൂപ രസഗന്ധങ്ങളാകുന്ന പഞ്ചവിഷയങ്ങൾ. ഈ വിഷയങ്ങൾ വൈചിത്ര്യാ, അതിൻ്റെ വിചിത്രത കാരണം, അതായത് ഓരോന്നും വെവ്വേറെ ഇരിക്കുകയാണ്, പൃഥക് ഭിന്നിച്ചതാണ്. വൈചിത്ര്യാ പൃഥക്, വിചിത്രത കൊണ്ട് വെവ്വേറെ ഇരിക്കുന്ന, ഭിന്നിച്ചിരിക്കുന്ന. തതഹ വിഭക്ത, ഭിന്നിച്ചിരിക്കുന്നവയാണ് പൃഥക്. തതഹ വിഭക്ത, അതിൽ നിന്ന് വിഭജിക്കപ്പെട്ടതായ. തത് സംവിത്, അതിനെക്കുറിച്ചുള്ള ബോധം, ആ അറിവ്. ഏകരൂപ്യ, അത് ഏക രൂപമായിരിക്കുന്നത് കൊണ്ട് ന ഭിദ്യതേ, അതിന് ഭേദമൊന്നുമില്ല. അതായത് ശബ്ദസ്പർശാദേഹ, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം, ഇത് ഈ 5 വിഷയങ്ങളെയാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോന്നും അതിൻ്റെ വിചിത്രത കൊണ്ട് വെവ്വേറെയായിട്ടായിരിക്കുന്നത്. ഇപ്പോൾ ശബ്ദം കണ്ണുകൊണ്ടിപ്പം ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനും ഓരോ ധർമ്മമുണ്ട്. ഓരോ ഇന്ദ്രിയം അതിൻ്റേതായ വിഷയങ്ങളെ മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് അവ ഓരോന്നും ഭിന്നമായിട്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഇവയെ കുറിച്ചുള്ള അറിവ്, ഇപ്പോൾ ശബ്ദജ്ഞാനം, സ്പർശജ്ഞാനം, രൂപജ്ഞാനം, രസജ്ഞാനം, ഗന്ധജ്ഞാനം, ഇവയിലെല്ലാം ഉള്ള ജ്ഞാനം എന്നുള്ളത് മാത്രം മാറാതെ ഒരേ വടിവിൽ ഇരിക്കും. ശബ്ദം മാറുന്നു, ഇപ്പം ഞാൻ ശബ്ദം കേൾക്കുന്നു, ഞാൻ രൂപം കാണുന്നു. അവിടെ ശബ്ദവും ശബ്ദത്തിൻ്റെ കേൾക്കലും രൂപവും രൂപത്തിൻ്റെ കാഴ്ചയും ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിൽ അറിയുന്ന ബോധം അത് മാറുന്നില്ല. അതൊരേ വടിവിൽ അവിടെ പ്രകാശിക്കുന്നതുകൊണ്ട് അത് ഏകരൂപ്യാൽ, അത് ഐക്യരൂപ്യാൽ, ഏകരൂപമായിരിക്കുന്ന കാരണത്താൽ അത് ഭേദിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ അത് ന ഭിദ്യതേ, അന്ന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അത് ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം ഭിന്നമായിരിക്കുമ്പോഴും അവയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ അറിവ് യാതൊരു മാറ്റവുമില്ലാതെ ഏകരൂപത്തോടുകൂടി പ്രകാശിക്കുന്നതാണെന്ന് കാണാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടത്തിനകത്തെ ആകാശം, വീട്ടിനകത്തെ ആകാശം, മഠാകാശം, ഘടാകാശം, ഇങ്ങനെ ആകാശം, മഠവും ഘടവും എല്ലാം മാറുമ്പോഴും അതിനകത്ത് ആകാശത്തിനൊരു ഭേദവും വരാത്തതുപോലെ ഓരോ ഇന്ദ്രിയവൃത്തികളിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ആ ബോധത്തിന്, ആ ചൈതന്യത്തിന് യാതൊരു മാറ്റവുമില്ല. അത് ഏകരൂപമായിട്ട് ഒരേ വടിവിൽ പ്രകാശിച്ചു നിൽക്കുന്നതാണ് എന്ന് അറിയണം. ശബ്ദസ്പർശാദയോ വേദ്യാഹ വൈചിത്ര്യാ ജാഗരേ പൃഥക് തതോ വിഭക്ത തത് സംവിതൈകരൂപ്യ ന ഭിദ്യതേ. ഇതാണ് ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ അനുഭവം. ജാഗ്രത അവസ്ഥയിൽ ജാഗരേ വേദ്യ
അങ്ങനെയാണോ? ഉണ്ട്. ജാഗ്രതയിൽ ശബ്ദസ്പർശാദി വിഷയങ്ങൾ പൃഥക് വേദ്യ, വേറെ അറിയുന്നു. വേദ്യ എന്നുള്ളത് വെച്ചാൽ അറിയപ്പെടുന്നു എന്നാണോ, അറിയപ്പെടാൻ യോഗ്യമായെന്നാണോ അർത്ഥം? അറിയുന്നു തന്നെയാണ്. ഓരോന്നും അതിൻ്റെതായ ധർമ്മത്തിന് ഈ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അറിവ് ഏകരൂപമായിട്ട് മാറ്റമില്ലാതെ ഒരേ വടിവിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി സ്വപ്നത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ജാഗ്രത അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. തഥാ സ്വപ്നേ അത്ര വേദ്യം തു നസ്ഥിരം ജാഗരേ സ്ഥിരം. നസ്ഥിരം ജാഗരേ സ്ഥിരം. നസ്ഥിരം ജാഗരേ സ്ഥിരം. തൽഭേദോദസ്തയോഃ സംവിദേകരൂപ ന ഭിദ്യതേ. തഥാ സ്വപ്നേ അത്ര വേദ്യം തു ന സ്ഥിരം ജാഗരേ സ്ഥിരം. തദ് ഭേദഃ തദ്ഭേദഃ അതഃ തയോഃ സംവിദ് ഏകരൂപ ന ഭിദ്യതേ. അപ്പം തഥാ സ്വപ്നേ, അതുപോലെ തന്നെ സ്വപ്നത്തിലും പല അറിവുകൾ അറിയുന്നു. ഓരോന്നറിയുമ്പോഴും അറിയുന്നു എന്ന അറിവ് എന്നുള്ളത് മാറ്റുന്നു. അതുപോലെ തന്നെ സ്വപ്നത്തിലും അത്ര വേദ്യം നസ്ഥിരം. അപ്പം ഈ സ്വപ്നാവസ്ഥയിൽ അത്ര വേദ്യം നസ്ഥിരം, ഈ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ വിഷയം സ്ഥിരമല്ല. സ്വപ്നാവസ്ഥയിലും സ്ഥിരമല്ല. ജാഗരേ സ്ഥിരം, ജാഗ്രതത്തിൽ സ്ഥിരമാണ്. തദ്ഭേദ, അവയുടെ ഭേദം എന്ന് പറഞ്ഞാൽ അതഹ തയോ, ഇതിൻ്റെ ഭേദം ഇതാണ്. ഇതുകൊണ്ടാണ്, അതായത് ജാഗ്രതത്തിൽ കുറച്ച് ദീർഘനേരം നിൽക്കുന്നു, സ്ഥിരമാണ്. കുറച്ചു നേരം കൂടുതൽ നിൽക്കുന്നു എന്ന് മാത്രം. അനുഭവം. അതെ, സ്വപ്നാവസ്ഥയിൽ അത് ഉണരുമ്പോൾ അത് പോകും. സ്ഥിരമല്ല, ജാഗ്രത സ്ഥിരമാണെന്നുള്ളതാണ് അനുഭവം. തയോഹോ സംവിത്ത്, ഇതിനെ രണ്ടിനെ അറിയുന്ന ആ അറിവ് ഏകരൂപ ന ഭിദ്യത. ഈ സ്വപ്നത്തെയും ജാഗ്രതത്തിനെയും വെളിപ്പെടുത്തുന്ന ആ അറിവ് ഒരേ ഏകരൂപമായതിനാൽ അത് ഏകരൂപമാണ്. അതുകൊണ്ട് അതൊരിക്കലും ഭേദമില്ല. അവിടെ യാതൊരു ഭേദവും ആ അറിവിനുണ്ടാകുന്നില്ല. രണ്ടവസ്ഥയിലും അറിവ് ഒന്ന് തന്നെയാണ്, യാതൊരു ഭേദവും അറിവിനില്ല. തഥാ സ്വപ്നേത്ര വേദ്യം തു നസ്ഥിരം ജാഗരേ സ്ഥിരം. തദ്ഭേദോദസ്തയോഃ സംവിദേകരൂപ ന ഭിദ്യതേ. സുപ്തോത്ഥിതസ്യ സൗഷുപ്തതമോ ബോധോ ഭവേത് സ്മൃതി. സാജാവബുദ്ധ വിഷയാ അവബുദ്ധം തത്തദാ തമഃ. സുപ്തോത്ഥിതസ്യ സൗഷുപ്തതമോ ബോധഃ സ്മൃതി ഭവേത്. സാ ച അവബുദ്ധ വിഷയാ തത് തമഃ തദാ അവബുദ്ധം. സുപ്തോത്ഥിതസ്യ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൻ്റെ എഴുന്നേറ്റവൻ്റെ, സുപ്തോത്ഥിതസ്യ ഉറക്കത്തിൽ നിന്ന് ഉറങ്ങി എഴുന്നേറ്റവൻ്റെ സൗഷുപ്ത തമോബോധം. അപ്പം സുഷുപ്തിയിലുണ്ടായിരുന്ന ആ തമസ്, ആ ഒന്നും അറിയായിക, തമസിൻ്റെ ബോധം, ആ അറിവ്, ആ ഒന്നും അറിയായ്മയെക്കുറിച്ചുള്ള അറിവ്, തമസിൻ്റെ ബോധം. സ്മൃതി ഭവേ, അത് ഓർമ്മയാണ്, സ്മൃതിയാണ്. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഒന്നും അറിയാതെ ഉറങ്ങി എന്നുള്ളത് ഓർമ്മയാണ്, സ്മൃതിയാണ്.
സാ ച അവബുദ്ധ വിഷയ, അതും എന്താണ് അവബുദ്ധ വിഷയമാണ്. അപ്പം ആ അവബുദ്ധ വിഷയ അതും അറിയപ്പെട്ടതാണ്. ആ ഇല്ലായ്മയും അറിഞ്ഞതാണ്. അവിടെ ഒന്നുമില്ല, അതിനെ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നതും ഒരു അറിവാണ്. തമഹ തഥാ അവബുദ്ധം, ആ തമസ് അജ്ഞാനം, സുഷുപ്തിയിലുണ്ടായിരുന്ന അജ്ഞാനവും അറിയപ്പെട്ട ഒരു വിഷയമാണ്. അതാണ് തഥാ അവബുദ്ധം. അപ്പോൾ സുഷുപ്തിയിലാണ് അജ്ഞാനം അറിയപ്പെടുകയാണ് ഉണ്ടായത്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും വിഷയങ്ങളെ അറിഞ്ഞു, ആ വിഷയങ്ങളുടെ അഭാവത്തെ സുഷുപ്തിയിൽ അറിഞ്ഞു. അഭാവ പ്രത്യാലംബനാവൃത്തി നിദ്ര എന്നാണ് നിദ്രയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സുഷുപ്തിയിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നതും ഒരറിവാണ്. അത് ഉണർന്നു വരുമ്പോൾ സ്മൃതി രൂപത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് അറിയുന്നു. ഇപ്പോൾ സുഷുപ്തിയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ തമസിൻ്റെ ബോധം, ആ ഒന്നുമില്ലായ്മ, ഒന്നും അറിഞ്ഞില്ല എന്ന അറിവ്, അതിൻ്റെ ബോധം അവിടെ ഉണർന്നു വരുമ്പോൾ സ്മൃതി രൂപത്തിലുണ്ട്. അതും അപ്പോൾ അറിയപ്പെടുന്ന ഒരു വിഷയമാണ്. അജ്ഞാനവും അറിയപ്പെട്ട വിഷയം തന്നെയാണ് എന്ന് പറയുന്നു. സുപ്തോത്ഥിതസ്യ സൗഷുപ്ത തമോബോധോ ഭവേ സ്മൃതി സാ ചാവബുദ്ധ വിഷയാവബുദ്ധം തത്തദാ തമഃ. സബോധോ വിഷയാൽ ഭിന്നോ ന ബോധാൽ സ്വപ്നബോധവത്. സഹ ബോധഃ വിഷയാൽ ഭിന്നഃ ബോധാത് ന ഭിന്നഃ സ്വപ്നബോധവത്. സബോധഃ ആ അറിവ് വിഷയാൽ ഭിന്ന, വിഷയത്തിൽ നിന്ന് ഭിന്നമാണ്. ആ അറിവ് വിഷയഭിന്നമാണ്, വിഷയത്തിൽ നിന്ന് ഭിന്നമാണ്. ബോധാത്മ ഭിന്ന, അത് ബോധത്തിൽ നിന്ന്, ആ ഉണ്മയിൽ നിന്ന് ഭിന്നമല്ല. സ്വപ്നബോധവത്, അപ്പം സ്വപ്നബോധം പോലെ, സ്വപ്നബോധം എന്ന പോലെ സുഷുപ്തിയിലുണ്ടായിരുന്ന ആ അറിവ് ബോധത്തിൽ നിന്ന് ഭിന്നമല്ല, എന്നാൽ വിഷയത്തിൽ നിന്ന് ഭിന്നമാണ്. വിഷയം സ്വപ്നത്തിലെ സുഷുപ്തിയിലെ വിഷയം അജ്ഞാനമാണ്. അപ്പോൾ ആ ബോധം, ഇപ്പോൾ സുഷുപ്തിയെ അല്ലെങ്കിൽ അജ്ഞാനത്തെ അറിഞ്ഞ ആ അറിവ് അജ്ഞാനത്തിൽ നിന്ന് ഭിന്നമാണ്, അത് അജ്ഞാനമല്ല. പക്ഷേ എങ്ങനെയാണോ സ്വപ്നത്തിൽ നമ്മൾ ഉണ്ടുമ്പം സ്വപ്നത്തിലുണ്ടായിരുന്ന അറിവ് ആ വിഷയത്തിൽ നിന്ന് എങ്ങനെയാണോ ഭിന്നമായിരിക്കുന്നത്, അതുപോലെ സുഷുപ്തിയിൽ ഉണ്ടായിരുന്ന അജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവും അജ്ഞാനത്തിൽ നിന്ന് ഭിന്നമാണ്, എന്നാൽ ബോധത്തിൽ നിന്ന് ഭിന്നമല്ല. ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും നമ്മൾ വേർതിരിച്ചറിയുന്നത് പോലെ സുഷുപ്തിയിലെ അജ്ഞാനത്തെയും നമ്മൾ വേർതിരിച്ചറിയുന്നുണ്ട്. ഇത് മൂന്നും മാറുമ്പോഴും ആ അറിവ് മാറുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാറുമ്പോഴും ഏകമായ അറിവ് മാറുന്നില്ല. സുഷുപ്തിയിൽ അതുപോലെ തന്നെ അജ്ഞാനത്തെ അറിയുന്നു, ആ അറിവ് ബോധഭിന്നമല്ല, എന്നാൽ വിഷയഭിന്നമാണ്. സബോധോ വിഷയാത് ഭിന്നോ ന ബോധാൽ സ്വപ്നബോധവത്. ഏവം സ്ഥാനത്രയേപ്യേക സംവിത്തത്വദിനാന്തരേ മാസാബ്ദയുഗകൽപേഷു യഥാഗമ്യേഷ്വനേകഥ. ഏവം സ്ഥാനത്രയേ അപി, ഇങ്ങനെ ഇപ്രകാരം ഈ മൂന്ന് സ്ഥാനത്തിലും, ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്ന് സ്ഥാനത്തിലും സംവിതേക, അറിവ് ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ജാഗ്രത സുഷുപ്തിയും മാറിക്കൊണ്ടിരുന്നാലും മൂന്നിലുമുള്ള ആ മൂന്നിനെയും പ്രകാശിപ്പിച്ച അറിവ് ഒന്ന് തന്നെയാണ്. തദ്വദിനാന്തരേ, ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലുള്ള അറിവ് മാറുന്നില്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മാറിക്കൊണ്ടിരുന്നാലും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അനുഭവം. എല്ലാ ദിവസവും മാത്രമല്ല, മാസാബ്ദ യുഗകൽപേഷു, മാസം, അബ്ദം, വർഷം, യുഗം, കൽപ്പം ഇതൊക്കെ മാറി മറിഞ്ഞാലും അതിനെ സംബന്ധിച്ച അറിവിന് യാതൊരു മാറ്റമില്ല. അനേകഥ യഥാഗമ്യേഷു, ഇനി വരാൻ പോകുന്ന പലതരത്തിലുള്ള അനേക തരത്തിലുള്ള വിധത്തിലുള്ള ഇനിയും കഴിഞ്ഞതും വരാനുമുള്ള കാലത്തിലും അറിവിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്നാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥാത്രയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനെ മൂന്നിനെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സംവിറ്റ്, ആ അറിവ് ഒരു രീതിയിലും മാറാതെ ഏകമായി തന്നെ സംവിത്ത് ഏക, അതൊന്ന് തന്നെയാണ്. സംവിത്ത് അറിവ് ഒന്ന് മാത്രമാണ്. അത് എത്ര അവസ്ഥകൾ മാറിക്കൊണ്ടിരുന്നാലും കാലം മാറിക്കൊണ്ടിരുന്നാലും ഒരു മാറ്റവും ഇല്ലാതെ അറിവ് പ്രകാശിക്കുന്നു. ഏവം സ്ഥാനത്രയേപ്യേക സംവിത്തത്വദിനാന്തരേ മാസാബ്ദയുഗകൽപേഷു യഥാഗമ്യേഷ്വനേകഥ. നോദേതി നാസ്തമേത്യേക സംവിദേഷാ സ്വയം പ്രഭ. ഏകാ ഏഷാ സംവിത്ത്, ഏകാ ഏഷാ സംവിത്ത്, ഈ ഏകമായ അറിവ് സ്വയം പ്രഭ,
ന ഉദേതി ന അസ്തമേതി ഏകായേഷ സംവിത്, ഏകമായ ഈ അറിവ് സ്വയം പ്രഭ, അത് സ്വയം പ്രകാശിക്കുന്നതാണ്, മറ്റൊന്നിൻ്റെ സഹായത്തോടുകൂടി പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മൾ അറിയുന്ന എല്ലാ വിഷയങ്ങളും അതെല്ലാം വിഷയങ്ങളാണ് പറയും. ജാഗ്രതത്തിൽ അനുഭവിക്കുന്ന വിഷയം, സ്വപ്നത്തിലെ വിഷയം, അജ്ഞാന ഒരു വിഷയമാണ്. ഈ വിഷയങ്ങളെല്ലാം ഈ അറിവ് പ്രകാശിപ്പിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്നാൽ ഈ അറിവാകട്ടെ അത് സ്വയം പ്രഭ, അത് മറ്റൊന്നിൻ്റെ അപേക്ഷയില്ലാതെ സ്വയം പ്രകാശിക്കുന്നതാണ്. ന ഉദയരി ന അസ്തമേരി, അത് ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, അത് വാസ്തവത്തിൽ ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല, അത് എപ്പോഴും ഒരേ വടിവിൽ പ്രകാശം നിൽക്കുന്നതാണ്. ഇപ്പോൾ സൂര്യൻ ആകാശത്തിൽ ജ്വലിച്ച് നിൽക്കുകയാണ്. സൂര്യൻ വാസ്തവത്തിൽ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല. അപ്പം ഭൂമി കറങ്ങുന്നതുകൊണ്ട് ഭൂമിയുടെ മാറ്റം കൊണ്ട് നമുക്കത് സൂര്യൻ ഉദിക്കുന്നതായിട്ട് അസ്തമിക്കുന്നതായിട്ടും തോന്നുന്നു. സൂര്യൻ ഒരേപോലെ അവിടെ പ്രകാശം നിൽക്കുകയാണ്. അതുപോലെ ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നതും സൂര്യനാണ്. സ്വയം പ്രകാശിച്ചുകൊണ്ട് ഭൂമിയെ പ്രകാശിപ്പിച്ച് നിൽക്കുന്ന സൂര്യനാണ്. അതുപോലെ ആത്മാവ് സ്വയം പ്രകാശമായി സ്വയം പ്രഭയായി മറ്റൊന്നിൻ്റെ അപേക്ഷ കൂടാതെ ഇങ്ങനെ ആത്മരൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു. എന്നാൽ അതുകൊണ്ട് അതിന് ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല, അത് ഏകമായിട്ട് പ്രകാശിക്കുന്നു എന്ന് പറയും. അപ്പോൾ സ്വയം പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ അതിനെ അറിയാൻ മറ്റൊരു അറിവിൻ്റെ ആവശ്യമില്ല. ഇപ്പം വിഷയങ്ങളിപ്പം നമുക്കറിയാൻ, ഇപ്പോൾ കണ്ണുകൊണ്ടൊരു കാഴ്ച കണ്ടു, അപ്പം കണ്ണുകൊണ്ടാണ് കാഴ്ച കാണുന്നത്. കണ്ണിനെ അറിയാൻ വേറൊരു വസ്തു വേണോ എന്നൊരു ചോദ്യം വന്നാൽ അതിനെ അറിയാൻ വേറൊരു വസ്തു വേണോ? അങ്ങനെ ഓരോന്നിൻ്റെയും പുറകെ പോയി അനവസ്ഥാദോഷം എന്നുള്ള ഒരു ദോഷം വരും. മൂലം ഏതാണ്, കാര്യം ഏതാണ്, കാരണം ഏതാണെന്നുള്ള ഇതിൽ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ എങ്ങും എത്തില്ല. അങ്ങനെ വിഷയങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷെ ആത്മാവ് ചൈതന്യ സ്വരൂപമായതുകൊണ്ടും ബോധം മാത്രമായിരിക്കുന്നതുകൊണ്ടും അതിൽ അനവസ്ഥാദോഷമില്ല, സ്വയം പ്രഭമാണ്. അതിന് മറ്റൊന്ന് ഞാൻ പ്രകാശിക്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ആദ്യം സദ്ഭാവത്തെയാണ് പറഞ്ഞത്. സബോധോ വിഷയാൽ ഭിന്നോ നബോധ സ്വപ്നബോധ, ആ സംവിത് സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ആത്മാവിൻ്റെ സദ്ഭാവമാണ്, ഉണ്മയാണ്. അതിന് രണ്ടാമത് പറയും സ്വയം പ്രഭയാണ്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അത് ആത്മാവിൻ്റെ ചിദ്ഭാവമാണ്. അപ്പോൾ സദ്ഭാവത്തെയും ചിദ്ഭാവത്തെയുമാണ് ഈ പദ്യങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ബോധസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ എൻ്റെ രണ്ട് സ്വരൂപലക്ഷണം എന്നാണ് പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപത്തിന് സദ്ഭാവം ഉണ്മ, ചിദ്ഭാവം അറിവ്, ജ്ഞാനം, സ്വയം പ്രകാശമായ ആ ജ്ഞാനം, അതാണ് ചിദ്ഭാവം. ഇനി ആനന്ദഭാവത്തെയാണ് അടുത്തത് പറയുന്നത്. യമാത്മാപരാനന്ദ പരമപ്രേമാസ്പദം യതഃ, പരപ്രേമാസ്പദം യതഃ, യം ആത്മാ യതഃ പരപ്രേമാസ്പദം തതഃ പരാനന്ദം. ഇയം ആത്മാ, ഇത് ആത്മാവാണ്, ആവുന്നു. ഇത് ആത്മാവാകുന്നു. യതഃ പരപ്രേമാസ്പദം, യാതൊരു ഹേതുവായിട്ട് പരമമായ പ്രേമത്തിനാസ്പദമായിരിക്കുന്നു. അതുകൊണ്ട് തതഃ പരാനന്ദ, അത് ആനന്ദ സ്വരൂപമാണ്. അപ്പോൾ ആത്മാവിൻ്റെ സദ്ഭാവത്തെയും ചിദ്ഭാവത്തെയും പറഞ്ഞു. ആത്മാവ് ആനന്ദ സ്വരൂപവുമാണ്. എങ്ങനെയെന്നാൽ പരമമായ പ്രേമത്തിന് ആസ്പദമായിരിക്കുന്നത് ആത്മാവായതുകൊണ്ട് ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. ആത്മാവിലാണ് ഏറ്റവും പരമമായ പ്രേമം. ഏതൊരു ജീവി എടുത്താലും അത് ഏറ്റവും ഇഷ്ടം തന്നോട് തന്നെയാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്ന് ഉപനിഷത്ത് പറയും. അപ്പം മാനഭൂവം ഹി ഭൂയാസ നിധി പ്രേമാത്മനീക്ഷതി, അഭൂയാസം വിട്ടുവേണം. ഭൂവം ഹി ഭൂയാസം ഇതി പ്രേമാത്മനീക്ഷതി. അതായത് മാഭുവം ന, അഹം മാഭുവം ന, ഞാനില്ലാതാകരുത്, ഭൂയാസമിതി ഉണ്ടായിരിക്കണം, ഹി ആത്മനി എന്ന ആ ഒരു കാരണം എന്ന് ആത്മാവിൽ പ്രേമീക്ഷതി പ്രീതി കാണപ്പെടുന്നുണ്ട്, അല്ലേ? ആത്മാവ് എന്തൊക്കെ ഇല്ലാതായാലും ഞാനില്ലാതാകരുതെന്നാണ് എല്ലാ ജീവികളുടെയും ആഗ്രഹം. എന്ത് നശിച്ചാലും എന്ത് സംഭവിച്ചാലും ഇപ്പം ഞാനില്ലാതാകരുതെന്നാണ് എല്ലാവരുടെയും. ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ചിലർ
ഞാൻ മരിച്ചു കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച പോലും അത് ആ ദുഃഖത്തോടുള്ള താൽക്കാലികമായത്. ആ ദുഃഖം മാറിയാൽ പിന്നെ മരിക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഒരാൾക്കൊരു ദുഃഖം കാരണം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി, ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ദുഃഖം മാറിയാലോ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല, ജീവിച്ചിരിക്കണം തന്നെ ആയത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത അവിടെ വരുന്നത്. എനിക്ക് ദുഃഖത്തിൽ നിന്നൊരു മോചനം കിട്ടും, ഞാൻ മോചിക്കപ്പെടും, എനിക്ക് സുഖമുണ്ടാകും എന്ന് എന്നോടൊരു പ്രേമമുണ്ട് ആ ആത്മഹത്യ ചെയ്യുമ്പോഴും. അത് ഏറ്റവും പ്രേമം എന്നോടായതുകൊണ്ടാണ് അങ്ങ് ആത്മഹത്യ ചെയ്യാൻ പോലും ചിലപ്പോൾ ചിലത് ചിന്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ദുഃഖം മാറും താനായിട്ട് വന്നു കഴിഞ്ഞാൽ, മറ്റുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം തോന്നുമെന്നൊരു ആശയം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രിയം ഏതൊരു ജീവിക്കും ഏറ്റവും പ്രിയം തന്നോട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രീതിയുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമായതുകൊണ്ടാണ്. അവനവനോട് തന്നെയാണ്, തൻ്റെ സ്വരൂപത്തോട് തന്നെയാണ്. അവിടെ മാത്രമേ ദുഃഖമില്ലാതാകുന്നുള്ളൂ എന്നതും ആത്മാവിൻ്റെ സുഖസ്വരൂപം. അപ്പോൾ ആനന്ദം എന്ന് പറഞ്ഞാൽ നിരതിശയമായ സുഖം, അതിക്രമിക്കാനാവാത്ത സുഖമാണ്, നിരതിശയമാണ്. അവിടെ ഒരു ഒന്നിൻ്റെ അപേക്ഷയില്ല, മറ്റൊന്നിനെ ഒരു വിഷയത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു സുഖം അല്ല ആനന്ദം എന്ന് പറയുന്നത്. ശാന്തിയാണ്. ആ ശാന്തി എന്നുള്ളത് വിഷയങ്ങളെല്ലാം ഇല്ലാതാകുമ്പോൾ ആത്മാവ് മാത്രമായി പ്രകാശിക്കുന്ന ആ നിമിഷത്തിലാണ് ആ ആനന്ദ സ്വരൂപത്തെ വ്യക്തമായി അറിയാൻ കഴിയും. വിഷയസ്പർശം ഉണ്ടാകുമ്പോൾ അവിടെ ദുഃഖം എന്തായാലും ഉണ്ട്. നമ്മൾ പറയുന്ന സുഖം പോലും, സുഖമെന്ന് നമ്മൾ വിളിക്കുന്നത് പോലും വാസ്തവത്തിൽ ദുഃഖസ്പർശമുള്ളതാണ്. ക്ഷുദ്രസുഖം എന്ന് ആചാര്യസ്വാമികൾ പറയാറുണ്ട്. അപ്പോൾ വ്യാവഹാരികമായി പറയപ്പെടുന്ന സുഖങ്ങളെന്നും വാസ്തവത്തിൽ സുഖങ്ങളല്ല. യഥാർത്ഥ സുഖം, ശാശ്വതമായ സുഖം എന്ന് പറയുന്നത് ആത്മാസ്വരൂപം തന്നെയാണ്. അത് നിരതിശയമായ ആനന്ദ സ്വരൂപമാണ് ആ സുഖം. അതുകൊണ്ട് അത് ആത്മാവിൻ്റെ സദ്ഭാവത്തോടും ചിദ്ഭാവത്തോടും ഒക്കെ പറയപ്പെടുന്ന ആനന്ദഭാവം അജ്ഞാനം കൊണ്ട് ആ വിഷയമാണ് സുഖം തരുന്നതെന്ന് തിരിച്ചിരിക്കുകയാണ്. വിഷയമല്ലല്ലോ സുഖം തരുന്നത്. സുഖം കിട്ടുന്നത് മനസ്സടങ്ങുന്നുള്ളതാണ്. മനസ്സ് അടങ്ങുന്നുള്ളതാണ്. സുഖം തോന്നുന്നത്, സുഖം തരുന്നതാണെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. വിഷയമാണ് സുഖം തരുന്നതെന്ന് തോന്നുന്നത്. ശരി. ആത്മസ്വരൂപം അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സുഖം പ്രതിഫലിക്കും. അപ്പോൾ പ്രതിഫലനം ഉണ്ടാവും. ആ സുഖപ്രതിഫലനം ഉണ്ടല്ലോ. ഈ തന്നെ ബ്രഹ്മാനത്തെ വിഷയാനന്ദ പ്രകടനം വരാൻ പോകുന്നത് ലാസ്റ്റ്. അത് ആനന്ദ സ്വരൂപത്തിൽ അല്ല, ആത്മാവിൽ തൽപ്രേമാത്മാർത്ഥമന്യത്ര നൈവ മന്യാർത്ഥമാത്മനി അതസ്തൽ പരമം തേന പരമാനന്ദതാത്മന. തൽപ്രേമാത്മാർത്ഥമന്യത്ര നൈവ മന്യാർത്ഥമാത്മനി അതസ്തൽ പരമം തേന പരമാനന്ദതാത്മന. അന്യത്ര തൽപ്രേമ ആത്മാർത്ഥം. അന്യ വിഷയത്തിൽ ഉള്ള പ്രേമം അത് ആത്മാർത്ഥമാണ്. അത് വാസ്തവത്തിൽ തനിക്ക് വേണ്ടി തന്നെയാണ്, ആത്മാവിന് വേണ്ടി തന്നെയുള്ളതാണ്, ആത്മാവിന് വേണ്ടിയിട്ടാണ്. ആത്മനി പ്രേമ അന്യാർത്ഥം നയവ. ആത്മാവിലുള്ള പ്രേമോ മറ്റൊന്നിനു വേണ്ടിയല്ല. അതഹ തത് പരമം. അതുകൊണ്ട് ആ പ്രേമം പരമമാണ്. പരമപ്രേമം എന്ന് പറയാൻ കാരണം ആത്മാവിലുള്ള പ്രേമം തനിക്ക് വേണ്ടി തന്നെയാണ്, വിഷയത്തിനുള്ള പ്രേമവും തനിക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ തനിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ
പ്രേമം. ആത്മാവിനേക്കാണ് പ്രേമം എന്ന് പറയുന്നത്. അത് പരമമാണ്, നിരതിശയമാണ്. ആ പരമമായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിരതിശയമായിട്ടുള്ള പ്രേമം ആത്മാവിലുള്ള പ്രേമമാണ്. തേന ആത്മനഃ പരമാനന്ദത. അതുകൊണ്ട് ആത്മാവിന് പരമാനന്ദത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേമങ്ങളും ആത്മാർത്ഥം തന്നെയാണ്. ആത്മാർത്ഥമല്ലാത്ത ഒരു പ്രേമമില്ല. ഇപ്പോൾ ഒരാളെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഇത്തം സച്ചിത് പരാനന്ദ ആത്മായുക്ത്യാതഥാവിധം പരം ബ്രഹ്മതയോശ്ചൈക്യം സുത്യന്തേഷു ഉപദിശ്യതേ. ഇത്തം സച്ചിത് പരാനന്ദ ആത്മാ യുക്ത്യ തഥാവിധം പരം ബ്രഹ്മതയോः ച ഐക്യം സുത്യന്തേഷു ഉപദിശ്യതി. ഇത്തം യുക്തിയ, ഇങ്ങനെ ഇപ്രകാരം യുക്തിപൂർവം, യുക്തി കൊണ്ട് ആത്മാ സച്ചിത് പരാനന്ദ, ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണെന്നും തഥാവിധം പരം ബ്രഹ്മ, അതുപോലെ തന്നെ പരബ്രഹ്മ സ്വരൂപമാണെന്നും പറയപ്പെട്ടു. പരബ്രഹ്മമെന്നും ആണെന്നും പരബ്രഹ്മമെന്നും പറയപ്പെട്ടു. തയോഹോ ച ഐക്യം, അതുകൊണ്ട് തയോഹോ ച ഐക്യം. അപ്പോൾ ആത്മാവിനും ബ്രഹ്മത്തിനും ഐക്യം. ശ്രുത്യന്തേഷു വേദാന്തത്തിൽ ഉപനിഷത്തുകളിൽ ഉപദേശിക്കപ്പെടുന്നു. അപ്പോൾ ആത്മാവിൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. അപ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപവും ബ്രഹ്മസ്വരൂപവും ആ ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണെന്ന് വേദാന്തങ്ങളിൽ ഉപദേശിക്കപ്പെടുന്നു, ഉപനിഷത്തുകളിൽ ഉപദേശിക്കപ്പെടുന്നു. അപ്പോൾ ജീവബ്രഹ്മ ഐക്യമാണ് ഇവിടെ ഉപനിഷത്തിൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയും. അഭാനേന പരം പ്രേമ ഭാനേന വിഷയേ സ്പൃഹ അപ്പോ ഭാനേഭ്യഭാതാസൗ പരമാനന്ദതാത്മന. അഭാനേ ന പരം പ്രേമ ഭാനേ ന വിഷയേ സ്പൃഹ അതഃ ഭാനേ അപി അഭാത അസൗ പരമാനന്ദത ആത്മന പരമാനന്ദത ആത്മന. അഭാനെ സതി, ആത്മാവ് ഇല്ല, പ്രകാശിക്കുന്നില്ല എന്ന പക്ഷത്തിൽ ഇല്ല, ആത്മാവ് ഇല്ല, വിളങ്ങുന്നില്ല എന്നൊരു പക്ഷം. അതിൽ പരപ്രേമ ന പരമപ്രേമം, പരമപ്രേമം ഉണ്ടാകത്തില്ല. ആത്മാവ് വിളങ്ങുന്നില്ലെങ്കിൽ പരമപ്രേമം ആവശ്യമില്ല, വിളങ്ങുന്നില്ല. ഭാനെ വിളങ്ങുകയാണെന്ന് പറയുകയാണെങ്കിൽ വിഷയേന സ്പൃഹ, ആത്മാവ് വിളങ്ങുന്നുണ്ടെങ്കിൽ വിഷയത്തിൽ ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല, ഒരു പൂർവപക്ഷമാണ്. ആത്മാവ് വിളങ്ങുന്നില്ലെങ്കിൽ പരമപ്രേമം ചോദ്യം ഉദിക്കുന്നില്ല. ആ ഒന്നിനോടും പ്രേമം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആത്മാവ് വിളങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ വിഷയത്തോട് എന്തിനാണ് പ്രേമം ഉണ്ടാകുന്നത്, വിഷയസ്പൃഹ ഉണ്ടാകാൻ ആഗ്രഹം ഉണ്ടാകുന്നതിന് വിഷയസ്പൃഹ ഉണ്ടാകേണ്ട ആവശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നു. അതഃ ഭാനേ അപി, ആത്മാവ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും അസൗ അഭാത, ഇനി ആത്മാവ് വിളങ്ങുന്നില്ല എങ്കിലും വിളങ്ങുന്നില്ല, വിളങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും വിളങ്ങുന്നില്ല. മനസ്സിലായി പറയാം. വിളങ്ങുന്നില്ല. എന്താ? ആത്മാവ് ആത്മനഃ പരമാനന്ദത, ആത്മാവിന് പരമാനന്ദത്വം ഇരിക്കുന്നു. ആത്മാവ് ഇപ്പം പൂർവപക്ഷം ഉന്നയിച്ചാണ്. ആത്മാവ് വിളങ്ങുന്നുണ്ടെങ്കിൽ വിളങ്ങുന്നില്ലെങ്കിൽ പിന്നെ അതിൽ ഒന്നിനും പ്രേമം ഉണ്ടാകേണ്ട ആവശ്യമില്ല. വിളങ്ങുകയാണെങ്കിൽ വിഷയസ്പൃഹ ഉണ്ടാകുന്നില്ല. അപ്പം പരമാനന്ദ സ്വരൂപമായ ആത്മാവ് വിളങ്ങിക്കൊണ്ടിരിക്കുകയും വിളങ്ങാതിരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു എന്നാണ് മറുപടി പറയുന്നത്. അല്ല, അത് അടുത്ത അല്ല. അതഃ ഭാനേ അപി അഭാത അസൗ പരമാനന്ദാത്മന, ആത്മാവിന് പരമാനന്ദത്വം ഉണ്ട്. പരമാനന്ദ സ്വരൂപമായതുകൊണ്ട് ആത്മാവ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ആ ആത്മാവ് അഭാത അസൗ വിളങ്ങുന്നില്ല. സാക്ഷി അറിയുന്നില്ല, അവിടെ കൂടസ്ഥനെ അറിയുന്നില്ല. വിളങ്ങിക്കൊണ്ടിരിക്കുക, സദാ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഇപ്പോൾ ഡിഗ്രി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതറിയുന്നില്ല. അപ്പോൾ വിളങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വിളങ്ങുന്നില്ല എന്ന് പറയാൻ അതിനർത്ഥം അത് എപ്പോഴും പ്രകാശിച്ചിരിക്കുന്നതാണ്, നമ്മൾ അറിയുന്നില്ല എന്നാണ് അർത്ഥം. അതോ അഭാതാസോ പരമാനന്ദാത്മന.
അഭാനെ അതോഹം ഭാനേപ്പി അഭാവാസു. ഭാനേപ്പി എന്ന് വെച്ചാൽ ആത്മാവിന്റെ ഭാനം ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഒരിക്കലും ഇല്ലാതെ ഞാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഭാന എപ്പോഴും ഭാനമാണ്. ആത്മാവ് ഒരു സമയത്ത് പോലും അഭാനമായിട്ടില്ല, എപ്പോഴും ഭാനമാണ്. പക്ഷേ അഭാത അസോ പരമാനന്ദത, അസോ പരമാനന്ദത അഭാത, ആത്മാവിന്റെ പരമാനന്ദത അഭാവം. അത് മാത്രമാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് ആത്മാവ് പ്രകാശിക്കുന്നില്ല എന്ന പ്രശ്നം ഒരാൾക്കും ഇല്ല, ഒരു ജീവനും ഇല്ല. എല്ലാ ജീവന്മാർക്കും എപ്പോഴും ഞാൻ എന്നുള്ളത് എപ്പോഴും അവർക്ക് ബോധ്യമാണ്. എന്നെ ഒരു കാരണവശാലും ആർക്കും മറന്നിട്ടില്ല. എല്ലാവർക്കും എപ്പോഴും ഞാനിന് ഓർമ്മയുണ്ട്, ആത്മാവിന് ഓർമ്മയുണ്ട്. ചിലപ്പോൾ എൻ്റെ ശരീരത്തെ പോലും മറന്നുപോകും, പക്ഷെ ആത്മാവിന് മറക്കുന്നില്ല. അപ്പൊ എപ്പോഴും ഭാനമാണ്. പക്ഷെ ആത്മാവിന്റെ പരമാനന്ദത, ആത്മാവ് സ്വയം ആനന്ദമാണെന്ന് അവരറിയുന്നു. ഇതാണ് ദോഷം. അത് മാത്രമേ ദോഷവും. ആത്മാവിനെ വിളങ്ങുന്നില്ല എന്നൊരു ദോഷം ഒരിക്കലില്ല. ആത്മാവിന്റെ പരമാനന്ദത വിളങ്ങുന്നില്ല. ഈ ദോഷത്തെയാണ് പരിഹാരം കാണിക്കുന്നത്. ഈ ദോഷമാണ് പരിഹരിക്കുന്നത്. സ്വയം ആനന്ദ സ്വരൂപമാണ്, ആത്മാവ് ആനന്ദ സ്വരൂപമാണെന്ന് അറിയില്ലായ്മ, അത് മാത്രമേ പരിഹരിക്കേണ്ടതുള്ളൂ. ആത്മാവ് പ്രകാശിക്കുന്നില്ല എന്ന് പരിഹരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവ് എപ്പോഴും പ്രകാശ സ്വരൂപമാണ്, എല്ലാവരും പ്രകാശിക്കുന്നു. അതുകൊണ്ട് അസോ പരമാനന്ദ അഭാനെ അഭാത അസോ പരമാനന്ദ, അസോ പരമാനന്ദ, ഇതിന്റെ പരമാനന്ദതയാണ് അഭാനമായിട്ട് ഇരിക്കുന്നത്. പരമാനന്ദ പ്രകാശിക്കുന്നില്ല, പരമാനന്ദ ആർക്കും ബോധ്യപ്പെടുന്നില്ല. ഇത് സ്വയം ഞാൻ പരമാനന്ദമാണെന്ന്, ആത്മാവ് സ്വയം ആനന്ദ സ്വരൂപമാണെന്ന് പ്രകാശിക്കുന്നു. എല്ലാവർക്കും ഞാനെന്നുള്ള പ്രകാശിക്കുന്നു, ആത്മാവ് എപ്പോഴും പ്രകാശിക്കുന്നു. പക്ഷെ പരമാനന്ദത ബോധ്യപ്പെടുന്നു. അതുകൊണ്ടാണ് വിഷയങ്ങളിലേക്ക് ആനന്ദത്തിന് വേണ്ടി കുറെ വിഷയങ്ങളോട് മോഹം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്ര മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. ഇത് സ്വയം ആനന്ദ സ്വരൂപം, നീ ആനന്ദ സ്വരൂപനാണ് എന്ന് മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. അല്ലാതെ നീ ആത്മാവാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ആർക്കും ഇല്ല. എല്ലാവരും ആത്മാവാണ്. ഇവിടെ ഒരു അർത്ഥം കൊടുത്തിരിക്കുന്നത് പരമാനന്ദ സ്വരൂപത പ്രതീത ഭോവനപ്രതി പ്രതീത പരമാനന്ദ സ്വരൂപത പ്രതീത ഭോവന ശരിക്കും പ്രതീതമായിട്ട് തന്നെ ആണ്. പക്ഷെ അത് നമ്മളറിയുന്നില്ല. അത് പ്രതീതമായിട്ട് നമ്മൾ അറിയുന്നില്ല. ആത്മാവിന്റെ സ്വരൂപം പരമാനന്ദല്ലേ? ആത്മാവ് പരമാനന്ദ സ്വരൂപല്ലേ? അറിയാൻ പറ്റത്തില്ലല്ലോ. ആത്മാവ് പരമാനന്ദ സ്വരൂപല്ലേ? ആത്മാവ് പ്രകാശിക്കുന്നത് അല്ല, വ്യക്തികൾ സ്വയം പരമാനന്ദമാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടോ? ഇല്ല. വ്യക്തികൾക്ക് ഞാനെന്ന് മാത്രമേ ബോധ്യപ്പെടുന്നുള്ളൂ. അതിന് പരമാനന്ദ ശാസ്ത്രം കൂടെ അറിയുന്നുണ്ട്. പക്ഷേ ഈ പരമാനന്ദം എന്തിന്റെയാണെന്ന് അറിയുന്നില്ല. അതേല്ലോ വ്യത്യാസം. ആത്മാവിന്റെ പരമാനന്ദത എന്ന് പറയും മാത്രം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സദ്ഭാവവും ചിദ്ഭാവവും പ്രകടമാണ്. ആനന്ദഭാവമേ പറഞ്ഞിരിക്കുന്നു അല്ലേ? ആനന്ദഭാവം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഓരോ സുഖം ഉണ്ടാവുന്നത്. പരമാനന്ദത സുഖം വരുന്നതാണ് തോന്നുന്നത്. ഈ വിഷയത്തിനാണ് നമ്മൾ അറിയുന്നുണ്ട്. ആനന്ദം അറിയുന്നുണ്ട്, വരുന്നതാണെന്ന് വിചാരിക്കുന്നു. ആത്മാനന്ദമാണെന്ന് അറിയുന്നു. അത് ആത്മാവിന് പരമാനന്ദത്വം ഉണ്ട്. അത് ജീവൻ അറിയുന്നില്ല. അത് അജ്ഞാനം. അത് അജ്ഞാനം കൊണ്ട് അറിയാത്ത വിഷയങ്ങളിൽ സുഖം ബുദ്ധി വരുന്നു. അതിപ്പം ആത്മാവ് ഇപ്പം വിളങ്ങുന്നില്ല എന്ന് ഇവിടെ പറയുമ്പോൾ ഇപ്പം ആത്മാവ് വിളങ്ങുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് ജീവഭാവമാണ്. ഇല്ല, ആത്മാവ് വിളങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ എടുത്താൽ ആത്മാവ് ജീവഭാവത്തിലാണ് നമ്മളിപ്പോൾ വ്യവഹരിക്കുന്നത്. ആത്മാവിൻ്റെ ശരിയായ സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപമാണ്. അതറിയാതെ അജ്ഞാനത്തിൽപ്പെട്ടിട്ട് ജീവൻ താൻ ശരീരമാണെന്നും ഉള്ള രീതിയിലാണ് വ്യവഹരിക്കുന്നത്. ആത്മാവ് വിളങ്ങുമ്പോഴും ഇതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയാണെന്നുള്ള അറിവ് ജീവനില്ല. അപ്പോൾ ആ സാക്ഷിബോധം വിളങ്ങുന്നില്ല എന്നുള്ളതല്ലേ എടുക്കേണ്ടത്. സാക്ഷിബോധം അത് ആനന്ദമാണ്. ആനന്ദമായിട്ടുള്ള സാക്ഷിബോധത്തെ അറിയുന്നു. അങ്ങനെയല്ലേ എടുക്കേണ്ടത്? അഭാനേന പരം പ്രേമ ഭാനേന വിഷയേ സ്പൃഹ അപോ ഭാനേപ്യഭാദാസൗ പരമാനന്ദതാത്മനഃ അധ്യേതൃവർഗമധ്യസ്ഥ പുത്രാധ്യേന ശബ്ദവത് ഭാനേപ്യഭാനം ഭാനസ്യ പ്രതിബന്ധേന യുജ്യതേ. അധ്യേതൃവർഗമധ്യസ്ഥ പുത്രാധ്യേന ശബ്ദവത്
ഭാനേ അപ്പി ഭാനം ഭാനസ്യ ഭാനേപ്യഭാനം ഭാനസ്യ പ്രതിബന്ധേ ന യുജ്യത്തെ പ്രതിബന്ധേന യുജ്യത്തെ അധ്യേതൃവർഗമധ്യസ്ഥ പുത്രാധ്യേന ശബ്ദവത്. അധ്യേതാക്കളുടെ മധ്യത്തിലിരിക്കുന്ന പുത്രൻ്റെ അധ്യയന ശബ്ദം, അതായത് കുറേ ആളുകൾ വേദം പഠിക്കാൻ പഠിക്കുകയാണ്. ആ അതെ, പുത്രനും ശിഷ്യന്മാരെല്ലാവരും കൂടെ ഉണ്ട് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശിഷ്യന്മാരുടെ നടുക്ക് പുത്രനായിരിക്കുന്നു, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പുത്രനിരുന്ന് വേദം ചൊല്ലുക. അധ്യയന ശബ്ദവൻ. അപ്പം അഭാനം ഭാനസ്യ പ്രതിബന്ധേന യുജ്യതേ. ആ അതെ, എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നു. എന്നാൽ പുത്രൻ്റെ ശബ്ദം അവിടെ ഉണ്ട്, ശബ്ദമുണ്ട്, പക്ഷെ പുത്രൻ്റെ ശബ്ദമാണെന്ന് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ശബ്ദം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പിള്ളേരുടെ ശബ്ദം പ്രതിബന്ധമായിരിക്കും. പ്രതിബന്ധമാണ്. ഇത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ ആത്മാവ് എപ്പോഴും സച്ചിദാനന്ദ സ്വരൂപത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ പരമാനന്ദത്വം എപ്പോഴും ഉണ്ട്. പക്ഷേ അജ്ഞാനം കൊണ്ട് വിഷയപ്രതിബന്ധം കൊണ്ട് ഈ സച്ചിദാനന്ദ സ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കും. തൻ്റെ ശരിയായ സ്വരൂപത്തെ തിരിച്ചറിയുന്നില്ല. എപ്രകാരമാണോ ഈ വേദം ചൊല്ലുന്ന കുട്ടികളുടെ ഇടയിലിരുന്ന് പുത്രൻ ചൊല്ലുന്ന പുത്രൻ്റെ ശബ്ദം പ്രത്യേകിച്ച് വേറിട്ടറിയാത്തതുപോലെ ആത്മാവിൻ്റെ സച്ചിദാനന്ദത്വത്തെയും ഈ പ്രതിബന്ധം കൊണ്ട് അജ്ഞാന പ്രതിബന്ധം കൊണ്ട് അറിയുന്നില്ല എന്ന ദൃഷ്ടാന്തം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി പ്രതിബന്ധത്തെക്കുറിച്ച് പറയാൻ പോവാണ്. പ്രതിബന്ധോസ്തി ഭാതീതി വ്യവഹാരാർഹ വസ്തുനി തന്നിരസ്യ വിരുദ്ധസ്യത സ്യോൽപാദനമുച്യതേ. വിരുദ്ധസ്യ ഇവിടെ പ്രിന്റിംഗ് പ്രശ്നമാണ്. അസ്തി ഭാതി വ്യവഹാരാർഹ വസ്തുനി തത് നിരസ്യ തസ്യ വിരുദ്ധസ്യ ഉൽപാദനം പ്രതിബന്ധ ഉച്യതേ. എന്താണ് പ്രതിബന്ധം? എന്ത് പ്രതിബന്ധം കൊണ്ടാണ് ഇത് അറിയാത്തതെന്ന് ചോദിച്ചാൽ, അസ്ഥിഭാതി വ്യവഹാരാർഹ വസ്തുനി. അസ്ഥിഭാതി ഉണ്ട്, വിളങ്ങുന്നു, അറിയപ്പെടുന്നു എന്നിങ്ങനെ വ്യവഹരിക്കുന്ന വ്യവഹാരാർഹ വ്യവഹരിപ്പിക്കാൻ യോഗ്യമായ വസ്തുനി, ആ വസ്തുവിൽ തത് നിരസ്യ അതിനെ നിരസിച്ചിട്ട് തസ്യ വിരുദ്ധസ്യ അതിൻ്റെ വിരുദ്ധമായ, എന്താണ് അതിൻ്റെ വിരുദ്ധം? അസ്ഥിയുടെ വിരുദ്ധം നാസ്തി, ഭാതി അഭാതി, അതായത് ഉണ്ട് വിളങ്ങുന്നു എന്നുള്ളതിന് ഇല്ല വിളങ്ങുന്നില്ല എന്നുള്ള വിരുദ്ധ ഭാവത്തെ ഉണ്ടാക്കുക, ഉൽപാദനം. എന്താണ് ഉണ്ടാക്കുന്നത്? അതിനെയാണ് പ്രതിബന്ധം എന്ന് പറയുന്നത്. പ്രതിബന്ധോസ്തി ഭാതീതി വ്യവഹാരാർഹ വസ്തുനി തന്നിരസ്യ വിരുദ്ധസ്യ തസ്യോൽപാദനമുച്യതേ. ഇപ്പം യാതൊന്നാണോ ഈ അസ്ഥിഭാതി ഉണ്ട് വിളങ്ങുക എന്നുള്ള ആ ധർമ്മത്തെ വിരുദ്ധമായിട്ടുള്ള അതിനെ നിരസിച്ച്, ഇപ്പോൾ ഉണ്ട് അസ്ഥിഭാതി ഉണ്ട് വിളങ്ങുക സത്ത ചിത്ത എന്നുള്ളതിനെ നിരസിച്ചിട്ട് അതിൻ്റെ വിരുദ്ധഭാവമായ അസ്ഥി അസത്ത് ജഡം അസത്ത് അജിത്ത് എന്നുള്ള ഭാവത്തെ ഉൽപ്പാദിപ്പിക്കുന്ന യാതൊന്നാണോ അതാണ് പ്രതിബന്ധം എന്ന് പറയുന്നത്. ഞാൻ ദൃഷ്ടാന്തത്തെ വെച്ചുകൊണ്ട് വീണ്ടും തസ്യ ഹേതുസമാനാധിഹാര പുത്രധ്വനിശ്രുതൗ ഇഹാനാദിരവിദ്യൈവ വ്യാമോഹൈക നിബന്ധനം. എന്താണ് എന്നുള്ള ദൃഷ്ടാന്തത്തെ വെച്ചിട്ട് പറയാം. പുത്രധ്വനിശ്രുതൗ തസ്യ സമാനാധിഹാര ഇഹ വ്യാമോഹൈക നിബന്ധനം അനാദി അവിദ്യ ഏവ. പുത്രധ്വനി ശ്രുതൗ. അപ്പം പുത്രൻ്റെ നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ പുത്രൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിലിരുന്ന് വേദം ചൊല്ലുകയാണ്. അപ്പോൾ ആ പുത്രൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ തസ്യ സമാനാഭിഹാര ഹേതു. അപ്പോൾ പ്രതിബന്ധം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കൂടെ, അനേകം പേരുടെ കൂടെ ഇരുന്ന് വേദം ചൊല്ലുന്നതാണ് അവിടുത്തെ ഒരു പ്രതിബന്ധം. ഇഹ വ്യാമോഹിക നിബന്ധനം.
അപ്പോൾ ഈ പറഞ്ഞ ഇതിൽ വ്യാമോഹിക നിബന്ധന, ഈ മോഹത്തിന് മുഖ്യ കാരണം ഈ മോഹം കൊണ്ടാണ് തിരിച്ചറിയാം. മോഹമാണ് പ്രതിബന്ധം. അത് എങ്ങനെയാണ്? ആ മോഹം എന്താണ്? അനാദി അവിദ്യയവ, അനാദിയായിട്ടുള്ള അവിദ്യ തന്നെയാണ് ആ മോഹം. മഹാമോഹഗ്രാസം എന്നാണ് നേരത്തെ പറഞ്ഞത്. ആ മഹാമോഹത്തെയാണ് ഇല്ലാതാക്കേണ്ടത്. മഹാമോഹമാണ് സച്ചിദാനന്ദ സ്വരൂപത്തെ അറിയുന്നതിന് പ്രതിബന്ധമായിരിക്കുന്നത്. ആ മഹാമോഹം ആകുന്ന ആ പ്രതിബന്ധം കാരണം ആത്മാവിൻ്റെ സച്ചിദാനന്ദ ഭാവത്തെ അറിയാൻ കഴിയുന്നത്. ആ മഹാമോഹം എന്താണ്? അനാദിയായ അവിദ്യയാണ്. അപ്പോൾ അവിദ്യ അജ്ഞാനം എപ്പോൾ ഉണ്ടായോ ഇല്ലയോ ഇതൊന്നും അറിയാത്തത് കൊണ്ട് അനാദിയാണ്. അതുകൊണ്ട് അനാദി എന്ന് പറയും. ആദ്യം അറിയാത്തത്, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ അനാദിയായിട്ടുള്ള അവിദ്യ, ആ അവിദ്യയാണ് മഹാമോഹം ഇവിടെ മോഹമായിട്ട്. ആ മോഹം കാരണമാണ് വ്യാമോഹീയ നിബന്ധനം. ആ മോഹമാണ് ഇതിനെ പ്രതിബന്ധമായിട്ട് ഇരിക്കുന്നത്. ഈ എങ്ങനെയാണോ പുത്രൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്നും പ്രതിബന്ധമായിട്ടിരിക്കുന്ന അനേകം പേരോട് കൂടി ചേർന്ന് ഉച്ചരിക്കുന്നതുകൊണ്ടാണ് പ്രതിബന്ധമായിരിക്കുന്നത്. അതുപോലെ മോഹമാകുന്ന ആ അവിദ്യ കാരണമാണ് ഈ ആത്മസ്വരൂപത്തെ. അതുകൊണ്ട് ആ അവിദ്യ തന്നെയാണ്, അജ്ഞാനം തന്നെയാണ് ഇതിൻ്റെ പ്രതിബന്ധമായിരിക്കുന്നത്. ജ്ഞാനത്തെ നശിപ്പിച്ചാൽ മാത്രമേ, ആ പ്രതിബന്ധം ഇല്ലാതാക്കിയാൽ മാത്രമേ സ്വരൂപത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. ചിദാനന്ദമയ ബ്രഹ്മ പ്രതിബിംബ സമന്വിത തമോരജസത്വഗുണ പ്രകൃതിർദ്വിധാ ച സ. ഈ അവിദ്യയെക്കുറിച്ച് പറയുകയാണ്. ചിദാനന്ദമയ ബ്രഹ്മ പ്രതിബിംബ സമന്വിത തമോരജസത്വഗുണ പ്രകൃതി സാ ച ദ്വിവിധ. ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബ സമന്വിത, പ്രതിബിംബത്തോടു കൂടിയ തമോരജസത്വഗുണ, തമസ് രജസ സത്വം എന്ന ഈ ഗുണങ്ങളോട് കൂടിയ പ്രകൃതി സാ ച ദ്വിവിധ. ആ മൂലപ്രകൃതിയാണ് ഈ അവിദ്യ എന്ന് പറയുന്നത്. ആ മൂലപ്രകൃതി സാ ച ദ്വിവിധ, അത് രണ്ട് വിധത്തിലാണ്. അപ്പോൾ ബ്രഹ്മപ്രതിബിംബത്തോടു കൂടിയ ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മ പ്രതിബിംബത്തോട് കൂടിയ പ്രതിബിംബ സമന്വിതമാണ്. പ്രതിബിംബത്തോട് കൂടിയ സത്വരജസ്തമോ ഗുണാത്മീയായിട്ടുള്ള മൂലപ്രകൃതിയാണ് ആ പ്രതിബിംബം. ആ മൂലപ്രകൃതി രണ്ട് വിധത്തിലാണ് ഉള്ളത്. സത്വശുദ്ധ്യവിശുദ്ധിഭ്യാം മായാവിദ്യേജ തേ മതേ. സത്വശുദ്ധ്യവിശുദ്ധിഭ്യാം, അപ്പം സത്വശുദ്ധ്യവിശുദ്ധിഭ്യാം, അപ്പോൾ സത്വശുദ്ധി അതായത് രജോഗുണവും തമോ ഗുണവും ഇല്ലാത്ത സത്വഗുണം മാത്രമായിട്ടുള്ളതും മായാവിദ്യേച തേ മതേ, അതായത് മായയെന്നും ഗുണം ചേർന്ന അവിശുദ്ധമായ, അതായത് രജസും തമസും ചേർന്നിട്ടുള്ള അവിദ്യയെന്നും ഈ മൂലപ്രകൃതി രണ്ട് രീതിയിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് സത്വഗുണാത്മീയമായിട്ട് ഉള്ള ഭാവത്തിന് ബ്രഹ്മപ്രതിബിംബത്തോടു കൂടിയ സത്വഗുണത്തെ മായയെന്നും രജസും തമസും കൊണ്ട് മലിനമാക്കപ്പെട്ട ആ ഭാവത്തെ അവിദ്യയെന്നും വിളിക്കും. ഇങ്ങനെ രണ്ട് ഭാവങ്ങളാണ് മൂലപ്രകൃതിക്ക് കൽപ്പിച്ചിട്ടുള്ളത്. മായാബിംബോ വശീകൃത്യതാം സ്യാത് സർവജ്ഞ ഈശ്വരഃ അവിദ്യാവശകസ്ത്വന്യ തദ്വൈചിത്ര്യാത് അനേകഥ. മായാബിംബ, മായയിൽ പ്രതിബിംബിച്ച ചൈതന്യം, താം വശീകൃത്യ, അതിനെ വശീകരിച്ച് അല്ലെങ്കിൽ ആക്കിയതുകൊണ്ട് സർവജ്ഞ ഈശ്വര സ്യാത്, എല്ലാത്തിനെയും അറിയുന്ന ആ സർവജ്ഞനായ ഈശ്വരനായിരിക്കുന്നത് ആ മായോപാധിക ചൈതന്യമാണ്. ആ സത്വഗുണ പ്രതിബിംബമായിട്ടുള്ള ആ ചൈതന്യം ആണ് ഈശ്വരൻ എന്ന് പറയുന്നത്. സത്വഗുണ പ്രതിബിംബമാണ് ഈശ്വരൻ. അപ്പോൾ മായയിൽ പക്ഷേ ഈശ്വരൻ ആ മായയെ വശീകൃത്യമാണ്, ഈശ്വരന് അധീനമാണ് ആ മായ. എന്നാൽ അവിദ്യയോ അന്യഹത്തു, അതിൽ നിന്ന് അന്യം.
അവിദ്യാവശക, അവിദ്യയ്ക്ക് അധീനനായിട്ട് തത് വൈചിത്ര്യ, വിചിത്രത കൊണ്ട് അനേകഥ, അത് എന്താണ്? ജീവനാണ്. ഈ ഈശ്വരനിൽ നിന്നും ഭിന്നമായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് വശീകരിച്ചത് വശീകരിച്ചിരിക്കുന്നത് ഈശ്വരൻ. എന്നാൽ അവിദ്യയ്ക്ക് അടിമപ്പെട്ട് വശകനായി, അവിദ്യ വശകനായി ജീവൻ. അത് രജസും തമസും ചലനമുണ്ട്. അപ്പം രജഗുണത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്നതുകൊണ്ട് ആ ജീവഭാവവും, തമസുള്ളത് കൊണ്ട് ആവരണം കൊണ്ട് അധികമാണ്. ഈശ്വരനെയും ജീവനെയും വേർതിരിച്ച് കാണിക്കുക. മായയുടെ ഉപാധിഭേദം കൊണ്ട് ഈശ്വരനെന്നും പറയും. ഈശ്വരനെന്നും ജീവനെന്നും രണ്ട് തത്വം. അതിൽ ഈശ്വരൻ മായോപഹിത ചൈതന്യം, ജീവൻ അവിദ്യോപഹിത ചൈതന്യം. അവിദ്യാവശകനാണ്, അവിദ്യക്ക് വശപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ജീവൻ. ഈശ്വരൻ മായാതീതനാണ്, മായയെ അധീനമാണ്. മായ ഈശ്വരന് അധീനമാണ്, ഈശ്വരൻ മായാതീതനാണ്. മായ വശപ്പെട്ടിരിക്കുന്നു. മായ ഈശ്വരന് അധീനമാണ്, ജീവൻ അവിദ്യക്ക് അധീനനാണ്. അതെ, ഈ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ആരൊന്നും ജയിക്കുന്നില്ല, ജയിക്കുന്നില്ല. സാ കാരണ ശരീരം സ്യാത് പ്രാജ്ഞസ്തത്രാഭിമാനവാൻ. ഈ അവിദ്യ സാ കാരണശരീരം സ്യാത്, ഈ അവിദ്യയാണ് കാരണശരീരം എന്നറിയപ്പെടുന്നത്. തത്ര അഭിമാനവാൻ, ആ കാരണശരീരത്തെ അഭിമാനിക്കുന്ന ആൾ പ്രാജ്ഞ, പ്രാജ്ഞനാവുന്നു. ജീവന്റെ വശകനായിരിക്കുകയാണ് അവിദ്യക്ക്. അതായത് കാരണശരീരത്തിന് വശപ്പെട്ട് കുഴപ്പമില്ല, വായിക്കണം. ഗോപാലന്മാർ ഇതിൻ്റെ വായിക്കാം. സർവത്തിനും കാരണമായ മൂലപ്രകൃതിയുടെ അവസ്ഥാവിശേഷമായിരിക്കുന്ന ഈ അവിദ്യ കാരണശരീരമാകുന്നു. അതിൽ താതാത്മ്യാധ്യാസത്താൽ ജ്ഞാനം അഭിമാനിക്കുന്ന ജീവന് പ്രാജ്ഞനെന്ന് പേർ. ആ പേരിന് കാരണം ആ ജീവൻ്റെ പ്രജ്ഞയ്ക്ക്, അറിവിന് നാശമില്ലാത്തതുകൊണ്ട് ആ ജീവൻ പ്രജ്ഞനാകുന്നു. പ്രജ്ഞനെ തന്നെയാണ് പ്രാജ്ഞനെന്ന് പറയുന്നത്. പ്രജ്ഞൻ അതിൽ കാരണശരീരത്തിൽ താതാത്മ്യാധ്യാസത്താൽ ജ്ഞാനം അഭിമാനിക്കുന്ന ജീവന് പ്രാജ്ഞൻ എന്ന് പേർ. ആ പേരിന് കാരണം ആ ജീവന്റെ പ്രജ്ഞയ്ക്ക്, അറിവിന് നാശമില്ലാത്തതുകൊണ്ട് ജീവൻ പ്രജ്ഞനാകുന്നു. പ്രജ്ഞനെ തന്നെയാണ് പ്രാജ്ഞനെന്ന് പറയുന്നത്. താതാത്മ്യാഭിമാനം അതുതന്നെ ഞാൻ എന്ന നിശ്ചയം. പ്രകർഷണ അജ്ഞൻ, പ്രകർഷണജ്ഞൻ, പ്രാജ്ഞൻ. അപ്പം കാരണശരീരത്തെ പറഞ്ഞു. കാരണശരീരം ആണ് പ്രാജ്ഞ, അതിൽ അഭിമാനിക്കുന്ന ജീവനെയാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. തമപ്രധാന പ്രകൃതി തദ്ഭോഗായേശ്വരാജ്ഞയ വിയത് പവനതേജോംബു ഭൂവോ ഭൂതാനി ജിജ്ഞിരേ. അപ്പം തദ്ഭോഗായ, ഈ പ്രാജ്ഞൻ്റെ, ഈ ജീവൻ്റെ ഭോഗത്തിനായിക്കൊണ്ട് തമഃപ്രധാന പ്രകൃതേ, തമോഗുണപ്രധാനമായ പ്രകൃതിയിൽ നിന്ന്
ഈശ്വരാജ്ഞ, ഈശ്വരൻ്റെ ആജ്ഞയാൽ, ഈശ്വരൻ്റെ സങ്കല്പത്താൽ, സങ്കല്പശക്തിയാൽ വിയത് പവന തേജോമ്പു ഭുവ ഭൂതാനി. വിയത് എന്ന് പറഞ്ഞാൽ ആകാശം, പവൻ വായു, തേജ അഗ്നി, അമ്പു ജലം, ഭുവ ഭൂമി. ഇങ്ങനെ ആകാശ, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങൾ ഈശ്വര സങ്കല്പം കൊണ്ട് തമോ ഗുണപ്രധാനമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നും ഉണ്ടായി. ജീവൻ്റെ ഭോഗത്തിനായിക്കൊണ്ട് പഞ്ചഭൂതങ്ങളെ ഈശ്വര സങ്കല്പത്താൽ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇതിൻ്റെ വ്യാഖ്യാനം കാണുന്നില്ല. സത്വാംശൈ പഞ്ചഭിസ്തേഷാം ക്രമാധീന്ദ്രിയപഞ്ചകം ശ്രോത്രത്വഗക്ഷിരസനഘ്രാണാഖ്യമുപജായതേ. സത്വാംശൈ പഞ്ചഭിः തേഷാം ക്രമാധീന്ദ്രിയപഞ്ചകം. ക്രമാദ ഇന്ദ്രിയപഞ്ചകം. ധീന്ദ്രിയപഞ്ചകം ക്രമാൽ ധീന്ദ്രിയപഞ്ചകം ശ്രോത്ര ത്വഗ് അക്ഷി രസന ഘ്രാണാഖ്യം ഉപജായതേ. അതെ, ഒരു മുറിവില്ലാതെ ക്രമാധീന്ദ്രിയ പഞ്ചകം. ഈ സത്വാംശത്തിൽ നിന്ന്, ഈ പഞ്ചഭൂതങ്ങളുടെ സത്വ അംശത്തിൽ നിന്ന്, ഇപ്പോൾ തമോ ഗുണത്തിൽ നിന്നാണ്, പ്രകൃതിയുടെ തമോ ഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുണ്ടായത്. അവയിൽ തന്നെ തമസിൽ സത്വം, തമസിൽ രജസ്, തമസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ സത്വ അംശത്തിൽ നിന്ന് പഞ്ചഭിഹി ധീന്ദ്രിയ പഞ്ചകം. അപ്പം ധീന്ദ്രിയ പഞ്ചകം, അതായത് ആ അഞ്ചെണ്ണത്തിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ക്രമാൽ ശ്രോത്ര ത്വഗ് അക്ഷി രസന ഘ്രാണാഖ്യം. അതിൽ ശ്രോത്രം, ത്വക്ക്, നേത്രം, അതക്ഷി, ജിഹ്വ, നാസിക എന്നിങ്ങനെയുള്ള 5 ധീന്ദ്രിയ പഞ്ചകം, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 സത്വാംശത്തിൽ നിന്നുണ്ടായി. മായയുടെ, പ്രകൃതിയുടെ സത്വഗുണത്തിൽ നിന്നും, ആ പഞ്ചഭൂതങ്ങളുടെ സത്വഗുണത്തിൽ നിന്നും ഉണ്ടായി. തൈരന്തഃകരണം സർവൈർവൃത്തിഭേദേന തദ്വിധ മനോവിമർശരൂപം സ്യാത് ബുദ്ധി സ്യാം നിശ്ചയാത്മിക. സർവൈഃ തൈഃ അന്തഃകരണ ഉപജായതേ വൃത്തിഭേദേന തദ്വിധ വിമർശരൂപം സത് മനഃ സ്യാത് നിശ്ചയാത്മിക സതി ബുദ്ധി സ്യാത്. സർവൈഃ തൈഃ. അപ്പം ആ പറഞ്ഞിട്ടുള്ള സർവം, ആ സമസ്തങ്ങളായിട്ടുള്ള ആ സത്വാംശം കൊണ്ട്, ഈ സത്വാംശം കൊണ്ട് തന്നെ അന്തഃകരണ ഉപജായതേ, അന്തഃകരണം ഉണ്ടായതും സത്വാംശത്തിൽ നിന്നാണ് അന്തഃകരണം ഉണ്ടായത്. വൃത്തിഭേദേന, ഈ അന്ധകരണത്തിൻ്റെ വൃത്തിഭേദം കൊണ്ട്, അതിൻ്റെ വ്യാപാരങ്ങൾ വ്യത്യാസപ്പെടുന്നതുകൊണ്ട്, ഭേദം കൊണ്ട് തദ്വിധ, അത് 2 വിധത്തിൽ ആയിരിക്കുന്നു. വിമർശരൂപം സത്, അത് സങ്കല്പ വികല്പാത്മകമായി അല്ലെങ്കിൽ ചിന്താരൂപമായിട്ടിരിക്കുന്ന മനഃസ്യ, മനസ്സെന്നുള്ള പേരും ഉള്ളതും, നിശ്ചയാത്മിക സതി, നിശ്ചയരൂപിണി, ആ നിർണയരൂപത്തിലിരിക്കുന്ന ബുദ്ധി എന്നും ഉണ്ടായി. ഇതിൽ 2 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, 4 എടുക്കാം. മനസ്സും ചിത്തവും, ബുദ്ധിയും അഹങ്കാരവും, അതിനെ 4 അന്ധകരണത്തിൻ്റെ 4 വൃത്തികൾ ആയിട്ട് വൃത്തിഭേദം കൊണ്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ അന്ധകരണത്തെ സത്വ ഗുണത്തിൽ നിന്ന് തന്നെയാണ് ഇല്ല, അന്ധകരണം സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടായത്. വ്യാഖ്യാനത്തിൽ ഇത് മാത്രമേ ഉള്ളത്. മനസ്സും ഉണ്ടാവും, അല്ല വേറെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടല്ലോ. മനസ്സും ചിത്തവും ബുദ്ധി അഹങ്കാരവും ഒന്നിച്ചെടുക്കാവുന്നത്. ആ, അപ്പോൾ അന്ധകരണം സത്വഗുണാംശത്തിൽ നിന്നുണ്ടായതാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന വിഷയങ്ങളെ അറിയുന്ന അതിനുള്ള
അസാധാരണ കാരണമാണ് അസാധാരണ കാരണമാണ്. അങ്ങനെ സത്വഗുണത്തിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളും അന്ധകരണവും ഉണ്ടായി. രജോംശേഹി പഞ്ചഭിസ്തേഷാം ക്രമാൽ കർമ്മേന്ദ്രിയാണിതു വാക് പാണി പാദ പായൂപസ്ഥാഭിധാനാനി ജജ്ഞിരേ അഭിധാനാനി. രജോംശേഹി പഞ്ചഭിഹി തേഷാം ക്രമാൽ കർമ്മേന്ദ്രിയാണിതു. കർമ്മേന്ദ്രിയങ്ങളുണ്ടായ ക്രമം പറയുകയാണ്. തേഷാം പഞ്ചഭിഹി രജോംശേഹി, ആ പഞ്ചഭൂതങ്ങളുടെ രജോഗുണാംശത്തിൽ നിന്നും രജോഗുണാംശം കൊണ്ട് കർമ്മേന്ദ്രിയാണിത് ക്രമത്തിൽ, അതായത് വാക് പാണി പാദ വായു ഉപസ്ഥം. ആകാശം ഉള്ളത് വാക്ക്, പാണി വായു, പാദം അഗ്നി, വായു ജലം, ഉപസ്ഥം ഭൂമി. ഇങ്ങനെ വാക് പാണി പാദ വായു ഉപസ്ഥങ്ങളായിട്ടുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾ ഈ പ്രകൃതിയുടെ രജോഗുണാംശത്തിൽ നിന്നും ഉണ്ടായി. തൈ സർവൈഹി സഹിതൈ പ്രാണോ വൃത്തിഭേദാൽ സ പഞ്ചധ പ്രാണോപാനസമാനശ്ചോദാനപ്യാനോ ച തേ പുനഃ. സർവൈഹി സഹിതൈഹി തൈ, ഈ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒന്നായിട്ടുള്ള രജോഗുണാംശങ്ങൾ കൊണ്ട് തന്നെ പ്രാണവായു ഉണ്ടായി. പ്രാണശക്തി, പ്രാണനും രജോഗുണത്തിൻ്റെ അംശത്തിൽ ഉണ്ടായതാണ്. വൃത്തിഭേദം കൊണ്ട്, വ്യാപാര ഭേദം കൊണ്ട് സഹ പുനഃ, ആ പ്രാണൻ എന്തായി? പ്രാണഃ അപാനഃ സമാനഃ ഉദാനഃ വ്യാനഃ പഞ്ചധ. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിങ്ങനെയുള്ള 5 പേരിൽ ഒരേ ആ പ്രാണൻ തന്നെ വൃത്തിഭേദം കൊണ്ട് 5 രീതിയിൽ പറയപ്പെടുന്നു. ഓരോന്നിനും ഓരോ വ്യാപാരമാണ്. ഇതിൽ പറയുന്നത് ഹൃദയസ്ഥാനത്തിൽ പ്രാണനെന്നും, ബുധസ്ഥാനത്തിൽ അപാനെന്നും, നാഭിസ്ഥാനത്തിൽ സമാനെന്നും, കണ്ഠസ്ഥാനത്തിൽ ഉദാനെന്നും, സർവ്വശരീരവും വ്യാപിച്ചിരിക്കുന്നത് വ്യാനെന്നും പറയുന്നു. ഇങ്ങനെ 5 ധർമ്മങ്ങളോട് കൂടിയ 5 വൃത്തികളോട് കൂടിയിരിക്കുന്ന പ്രാണനും ഈ രജോഗുണത്തിൽ നിന്ന് ഉണ്ടായി. കർമ്മേന്ദ്രിയങ്ങളും പ്രാണനും ഉണ്ടായി. ബുദ്ധി കർമ്മേന്ദ്രിയ പഞ്ചകൈർ മന സാധിയ ശരീരം സപ്തദശഭിः സൂക്ഷ്മം കല്ലിംഗമുച്യത്തെ. സൂക്ഷ്മ ശരീരം എന്താണെന്നാണ് പറയുന്നത്. ബുദ്ധി കർമ്മേന്ദ്രിയ പ്രാണപഞ്ചകൈഹി, കാരണശരീരം ആദ്യം പറഞ്ഞു, അവിദ്യയാണ് കാരണശരീരം എന്ന് പറഞ്ഞു. ഈ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. സൂക്ഷ്മ ശരീരത്തിന് വേണ്ടിയാണ് ഈശ്വരേച്ഛയാൽ പഞ്ചഭൂതങ്ങളുടെ കാര്യങ്ങളായിട്ടുള്ള ഈ അന്ധകരണം, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, പ്രാണന്മാർ ഇത്രയും ഉണ്ടാകും. അതിൽ ബുദ്ധി കർമ്മേന്ദ്രിയ പ്രാണപഞ്ചകൈ, ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണങ്ങൾ, മനസാധിയ മനസ്സും ബുദ്ധിയും, അത് അന്ധകരണം, ഇതും കൂടിയ സപ്തദശ 17 കൂടിയ യാതൊന്നാണോ ആ ശരീരം സൂക്ഷ്മലിംഗം ഉച്ചതി. സൂക്ഷ്മമെന്നും ലിംഗമെന്നും പറയപ്പെടുന്നു. സൂക്ഷ്മ ശരീരമെന്നും ലിംഗശരീരമെന്നും പറയപ്പെടുന്ന ശരീരം ഉണ്ടായി. അത് ഇതിനോടെ കൂടും. ബുദ്ധി മനസ്സും ചിത്തവും അഹങ്കാരോടെ കൂടും 19 ആകും. ഇവിടെ അതിനെ 2ആയിട്ട് എടുത്തിരിക്കുന്ന മനസ്സിനെ ബുദ്ധിയെ മാത്രമായിട്ട് എടുത്തു. അതുകൊണ്ട് 17 ആകും. ബുദ്ധി കർമ്മേന്ദ്രിയ പ്രാണപഞ്ചകൈർ മനസാധിയ ശരീരം സപ്തദശഭിः സൂക്ഷ്മം കല്ലിംഗമുച്യത്തെ. ഈ 17 തത്വങ്ങളോട് കൂടിയ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മ ശരീരമെന്നും ലിംഗശരീരമെന്നും പറയുന്നു. പ്രാജ്ഞസ്തത്രാഭിമാനേന തൈജസത്വം പ്രപദ്യത്തെ ഹിരണ്യഗർഭദാമീശസ്തയോ വ്യഷ്ടിസമഷ്ടിത. പ്രാജ്ഞഃ തത്ര അഭിമാനേന, നേരത്തെ പ്രാജ്ഞൻ കാരണശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവനെ പ്രാജ്ഞെന്ന് വിളിച്ചു. ആ അഭിമാനം കൊണ്ട് ആ പ്രാജ്ഞൻ എന്താവും? പ്രാജ്ഞൻ തത്ര അഭിമാനം. പ്രാജ്ഞഃ തത്ര അഭിമാനേന. അത്
രാജസത്ര അതിൽ അഭിമാനിച്ചുകൊണ്ട് ആ അഭിമാനം കൊണ്ട് തൈജസത്വം പ്രപദ്ധ്യത. തൈജസ്സിന് എന്ന ആ പേര് വരും. ഈശഃ ഹിരണ്യഗർഭത. ഈശ്വരൻ ഹിരണ്യഗർഭൻ എന്ന പേരിനെ പ്രാപിക്കുന്നു. ഏതാ? ഗർഭതാം മുകളിൽ ഈശ്വരൻ ഹിരണ്യഗർഭനായി. ഈശ്വരസ്തയോദൃഷ്ടി സമഷ്ടിതം ഗർഭതാം ഈശഃ ഹിരണ്യഗർഭതാം പ്രപദ്ധ്യതി. തയോഹോ വ്യഷ്ടി സമഷ്ടിതാഹ. ഇവർക്ക് വ്യഷ്ടി എന്ന സമഷ്ടി എന്നുള്ള ഭേദമാണ് ഈ ഹിരണ്യഗർഭനും ജീവന്റെ വ്യഷ്ടി തൈജസ്സനെന്നും അല്ല, ഈ ജീവൻ വ്യഷ്ടിയും ഈശ്വരൻ സമഷ്ടി. അപ്പം വ്യഷ്ടിയിൽ തൈജസ്സനെന്നും സമഷ്ടിയിൽ ഹിരണ്യഗർഭനെന്നും ഹിരണ്യഗർഭനം എന്ന ഈ കാരണശരീരത്തെ സൂക്ഷ്മശരീരത്തിനെ അഭിമാനിക്കുന്ന ആ ചൈതന്യത്തിന് കാരണശരീരത്തെ അഭിമാനിക്കുന്നത് ഈ പ്രാജ്ഞനും ഈശ്വരനും എന്ന് അറിയപ്പെടുന്നു. സൂക്ഷ്മശരീരത്തെ അഭിമാനിക്കുമ്പോൾ തൈജസ്സനെന്നും ഹിരണ്യഗർഭനെന്നും അറിയപ്പെടുന്നു. സമഷ്ടിരീശഃ സർവേഷാം സ്വാത്മതാതാത്മ്യവേദനാത് തദഭാവാത് തതോന്യേതു കഥ്യന്തേ വ്യഷ്ടിസഞ്ജ്ഞയാ. സർവേഷാം സ്വാത്മതാതാത്മ്യവേദനാത്. അപ്പം ഈശഃ സമഷ്ടി. ഇപ്പം എല്ലാ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും താതാത്മ്യ ജ്ഞാനം കൊണ്ട് ഈശ്വരൻ ഈശഃ സമഷ്ടി. ഈശ്വരൻ സമഷ്ടിയാകുന്നു. തതഃ അന്യേതു. അതിൽ നിന്ന് അന്യമായിട്ടുള്ള ജീവൻ. തത് അഭാവമാണ്. അതായത് ആ സർവാഭിമാനത്തിൻ്റെ അഭാവം. നേരത്തെ പറഞ്ഞ എല്ലാത്തിനെയും താനെന്ന് അഭിമാനിക്കുന്നതാണ് ഈശ്വരൻ. ആ എല്ലാത്തിനെയുള്ള അഭിമാനത്തിൻ്റെ അഭാവം കൊണ്ട് വ്യഷ്ടി സംജ്ഞയാ ലഭ്യത. വ്യഷ്ടി എന്ന പേര് പറയുന്നു. ഈശ്വരൻ സമഷ്ടി അഭിമാന ചൈതന്യവും ജീവൻ വ്യഷ്ടി അഭിമാന ചൈതന്യവുമാണ്. എല്ലാത്തിനെയും താനെന്ന് അഭിമാനിക്കുന്ന, സർവത്തെയും താനെന്ന് അഭിമാനിക്കുന്നതാണ് ഈശ്വരൻ്റെ ഭാവം. വ്യഷ്ടി ജീവന. വ്യഷ്ടി സംജ്ഞയാ കഥ്യന്തേ. തൽഭോഗായ പുനർഭോഗ്യ ഭോഗായതനജന്മനെ പഞ്ചീകരോതി ഭഗവാൻ പ്രത്യേകം വിയതാധികം. പുനഃ തൽഭോഗായ, ഞാൻ ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടി ഭോഗ്യഭോഗായതന ജന്മനെ. അപ്പം ഭോഗ്യവസ്തുക്കളുടെയും ഭോഗായതനം, അപ്പോൾ ഭോഗത്തിന് വേണ്ടിയുള്ള ശരീരം, അതിൻ്റെയും ഉൽപ്പത്തിക്ക് വേണ്ടി ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അഷ്ടഭാഗങ്ങളുള്ള ഭഗവാൻ, ഐശ്വര്യാദി ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ വിയതാദിക പ്രത്യേകം പഞ്ചീകരോധി. ആകാശാദികളെ, നേരത്തെ ആ പഞ്ചഭൂതങ്ങളുണ്ടായല്ലോ, ആ ഓരോ ഭൂതങ്ങളെയും പ്രത്യേകം പഞ്ചീകരോധി, പഞ്ചീകരണം ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഭോഗ്യഭോഗായത ജന്മനി, ഭോഗ്യത്തിനും ആയതനത്തിനും വേണ്ടി പഞ്ചഭൂതങ്ങളെ പഞ്ചീകരിച്ചു. വിധായ ചൈകൈകം ചതുർത്ഥാ പ്രഥമം പുനഃ സ്വസ്വേതര ദ്വിതീയാംശേർ യോജനാൽ പഞ്ചപഞ്ചതേ. ഏകൈകം ച ദ്വിധാവിധായ. ഓരോന്നിനെയും, ഇപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനെയും ദ്വിധാവിധായ, ഈ രണ്ടാക്കി ആക്കിയിട്ട് പുനഃ പ്രഥമം ചതുർധാ വിധായ, ആദ്യത്തെ ഭാഗത്തെ നന്നാലാക്കി. സ്വസ്വേതര ദ്വിതീയാംശേഹി, സ്വന്തം ഭാഗത്തെ ഒഴിച്ചിട്ടുള്ള മറ്റുള്ളതിൻ്റെ ദ്വിതീയാംശത്തെ, രണ്ടാമത്തെ അംശത്തോടും യോജിപ്പിച്ചുകൊണ്ട് പഞ്ചപഞ്ച 5 മാറ്റി. ആദ്യം ഓരോന്നിനെയും രണ്ടാക്കിയിട്ട് അതിലൊരു ഭാഗത്തെ നന്നാലാക്കി. എന്നിട്ട് സ്വന്തം ഭാഗത്തെ മാറ്റിയിട്ട് മറ്റുള്ളതിൻ്റെ രണ്ടാമത്തെ അംശത്തെ യോജിപ്പിച്ചിട്ട് 5 പഞ്ചീകരിച്ചു, 5 മാറ്റി. ഉദാഹരണം, ആകാശം എടുത്തു കഴിഞ്ഞാൽ ആകാശത്തെ രണ്ടാക്കി. എന്നിട്ട് ബാക്കി
ഒരു പകുതിയെ നാലാക്കും. നാലാക്കി മറ്റേതിൻ്റെ അഞ്ചെണ്ണത്തിൽ ആക്കി എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഇപ്പം ആകാശം ഒഴിച്ചുള്ള ബാക്കി 4 ഭാഗത്തെ നാലെണ്ണത്തിൻ്റെ അംശത്തെ രണ്ടാമത്തെ അംശത്തെ എടുത്ത് ഈ പകുതിയോട് നാലാക്കിയിട്ട് 1 2ആക്കി. ആദ്യം 2ആക്കി. അതിനെ മറ്റേ പകുതിയോട് ചേർക്കുമ്പോൾ 1 ആവും. അപ്പോൾ ഒരു ഭൂതമായി. ആ ഒരു ഭൂതത്തിൽ മറ്റേ 4 അംശവും ചേർന്നിട്ടുണ്ട്. ആകാശം ഭൂതത്തിൽ മറ്റു 4 അംശവും ഉണ്ട്. ഇതിന് ലൗകികമായിട്ടൊരു ഉദാഹരണം പറയാറുണ്ട്. സ്കൂൾ കുട്ടികളെ സാറ് പറഞ്ഞ് എല്ലാവരും നാളെ ഫലങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഓരോ കുട്ടിയും അവരവരുടെ വീട്ടിലുള്ള ഫലങ്ങൾ കൊണ്ടുവരും. ഓരോ പഴങ്ങൾ വാഴപ്പഴം കൊണ്ടുവരും, മറ്റൊരു മാങ്ങ കൊണ്ടുവരും, മറ്റൊരു ചക്കപ്പഴം കൊണ്ടുവരും. പിന്നെ ഇങ്ങനെ 5 പിള്ളേർ 5 പഴങ്ങൾ കൊണ്ടുവരും. ആപ്പിൾ കൊണ്ടുവരും, നിർത്തുമ്പോൾ ഉറഞ്ഞു കൊണ്ടുവരും. എല്ലാവരും ഒരു 5 പഴമുണ്ട് അവരവരുടെ. അപ്പോൾ ഈ വാഴപ്പഴം ഉള്ളവൻ്റെ കയ്യിൽ വാഴപ്പഴം മാത്രമേ ഉള്ളൂ. പക്ഷെ അവന് മറ്റേ പഴം കൂടി വേണം. അപ്പോൾ സാറെന്ത് ചെയ്തു? പിന്നെ എന്നാൽ അവൻ കൊണ്ടുവന്നത് അവന് കൂടുതൽ വേണമെന്നാണ്. അപ്പോൾ കൊണ്ടുവന്ന് അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് വിഷയങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് അവന് കൂടുതൽ വേണം. പക്ഷെ മറ്റേതിൻ്റെ ഇത് കുറച്ച് വേണം. അപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ 5 പകുതിയായി വെട്ടി 2.5 പീസ് അത്. ബാക്കി 2.5 പീസ് ഉണ്ടല്ലോ, ബാക്കി പകുതിയെ 4ആയിട്ട് പകുതി. അപ്പോൾ അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം ഇരിക്കുന്നു നോക്കാം. ഒരു വലിയ നേന്ത്രപ്പഴം ഇരിക്കുന്നു, 5 വെക്കണ്ട, ഒരു നേന്ത്രപ്പഴം ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയാക്കി വെട്ടി ആദ്യം. എന്നിട്ട് ഒരു പകുതി ഭാഗത്തെ പിന്നെ വീണ്ടും 4ആക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ 5 പീസായി, 5 പീസായി. എന്ന് വെച്ചാൽ ഒരു വലിയ പീസും 4 സെയിം ആയിട്ട് 4 പീസും ഒരു വാഴപ്പഴത്തിൻ്റെ. മറ്റവരുടെ കയ്യിൽ ഒരു ഓറഞ്ച് അവിടെ നോക്കാം. ഓറഞ്ച് അതിൻ്റെ 5 അല്ലികളായിട്ട് അത് മാറ്റി. അല്ല എന്ന് വെച്ചാൽ ഒരു 2 പകുതി ആദ്യം ഓറഞ്ച്. എന്നിട്ട് ആ ഒരു പകുതിയെ ഒരു പകുതിയിൽ 4 അല്ലികളാക്കി മാറ്റി. അപ്പോൾ അവൻ്റെ കയ്യിൽ 5 ഇപ്പോൾ ഒരു ഓറഞ്ച് ഉണ്ടായപ്പോൾ 5 മനസ്സിലായി. ഒരു ഓറഞ്ച് ഉണ്ടായപ്പോൾ 5 അതിൽ ഒരു പകുതി ഓറഞ്ച് ആയിട്ട് പിന്നെ ഒരു പകുതി അല്ലികളായിട്ട് 4 അല്ലികളായിട്ടിരിക്കും. എന്നിട്ട് ഇവൻ്റെ ഇതേപോലെ മറ്റവൻ്റെ അടുത്ത് മാങ്ങാപ്പഴമുണ്ട്, അതും പകുതിയാക്കി വെട്ടി ആദ്യം. പിന്നെ ആ ഒരു പകുതിയെ 4ആക്കി വെച്ചു. മറ്റേ ആപ്പിളുണ്ട്, അത് ഒരു പകുതി അകന്ന് വെച്ചു, ഒരു പകുതിയെ 4ആക്കി വെച്ചു. അപ്പോൾ ഈ 4 ആക്കി വെച്ച പകുതികളുണ്ടല്ലോ എല്ലാവരുടെ കയ്യിലുണ്ട്. സ്വന്തം ഒരു പീസ് ഫുള്ളായിട്ടുണ്ട്. ആ ഫുൾ പീസ് അവരുടെ അടുത്തിൽ വെച്ചു. മറ്റേ 4 ബാക്കി 4 പേരല്ലേ, അവർക്ക് ഓരോന്നോരം തന്നെ കൊടുത്തു. അതുപോലെ അവരുടെ അടുത്ത് എന്ത് ചെയ്തു? ആ 2ാമത്തെ പകുതിയിലെ പീസ് കൊണ്ട് വാങ്ങിച്ചു. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഈ വാഴപ്പഴമുള്ളവൻ്റെ അടുത്ത് വാഴപ്പഴത്തിൻ്റെ പകുതി പീസും മറ്റ് 4 ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ ഓരോരോ പീസും എത്തി സെയിമായി. അപ്പോൾ ഇവന് എന്തായി? എല്ലാ പഴങ്ങളും കിട്ടുകയും ചെയ്തു. എന്നാൽ വാഴപ്പഴം താൻ കൊണ്ടുവന്ന വാഴപ്പഴം തൻ്റെ കൂടുതലായിട്ട്. അപ്പോൾ ഇവൻ്റെ പേരെന്തായി? ഇവൻ്റെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഭൂമി, ഇതുപോലെ ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം, ഈ 5 അപ്പം ഭൂമി തന്നെ, എൻ്റെ പേര് ഭൂമി തന്നെ. പക്ഷെ അതിലെന്തുണ്ട്? ജലവുമുണ്ട്, അഗ്നിയുമുണ്ട്, വായുവുണ്ട്, ആകാശവുമുണ്ട്. ഇപ്പം ഇതാണ്. അപ്പം ഇതിപ്പോൾ ഇവൻ കഴിച്ചത് എന്താണ്? വാഴപ്പഴമാണ് കഴിച്ചത്. വാഴപ്പഴമാണ് അവൻ്റെ പ്രധാനമെങ്കിലും അതിൽ മറ്റേ ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, എല്ലാം ഓരോ ചെറിയ പീസ കിട്ടും. മറ്റേവർക്ക് അവൻ്റെ കൊണ്ടുവന്നതിൽ അവൻ ആപ്പിള കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ പകുതി ആപ്പിൾ തന്നെയാണ്, ബാക്കി എല്ലാത്തിനും കുറച്ച് പീസും കിട്ടി. അപ്പം ആർക്കും ഒന്നും ഇതില്ല, ദോഷം വന്നില്ല. ഇതാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു സാധനത്തിന് തന്നെ മറ്റേതിൻ്റെ പീസുകളായിട്ട് ചേർത്തിട്ട്, എന്നാൽ മുഖ്യമായിട്ട് ഈ സാധനം തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഭൂമി എന്ന് പറയുന്നത് ഭൂമി മാത്രമല്ല, സ്ഥൂല ഭൂമിയിൽ വെള്ളമുണ്ട്, അഗ്നിയുണ്ട്, വായുവുണ്ട്, ആകാശമുണ്ട്. ഈ ചേർന്ന പഞ്ചീകരിച്ച ഭൂമിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ നമ്മളിവിടെ കാണുന്ന വായുവും ഇതിനകത്ത് ഭൂമിയുണ്ട്, ഭൂമിയുടെ അംശമുണ്ട്.
ബാക്കി വെള്ളത്തിൻ്റെ അംശമുണ്ട്, ഇവിടെ ഇല്ല വായു. അപ്പോൾ നീരാവി ഇതിനകത്ത് കിടക്കുന്നില്ലേ, ഇപ്പോൾ ഈ അഗ്നിയുടെ അംശമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ പഞ്ചഭൂതങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇവയെല്ലാം പഞ്ചീകരിക്കപ്പെട്ടവയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ളത് ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഈ ബോഡിയായി കാണുന്നതിൽ എല്ലാം പഞ്ചീകരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളാണ്. പക്ഷെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് അപഞ്ചീകൃതമായിട്ടുള്ള, അതായത് നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ആയിരിക്കുന്നത് അപഞ്ചീകൃത പഞ്ചഭൂതങ്ങളാണ്. അവ മിക്സഡ് അൽസ്. അപ്പൊ അതുപോലെ ഈ പഞ്ചീകരണം എന്ന് പറയുന്നത് ഭഗവാൻ ചെയ്തു എന്തിനു വേണ്ടിയിട്ട്? ജീവന്മാരുടെ ആവശ്യങ്ങൾ, ജീവന്മാർക്ക് ഭോഗം ലഭിക്കണമെങ്കിൽ. അതായത് സൂക്ഷ്മ ഭൂമിയെ കഴിക്കാൻ പറ്റത്തില്ല, സൂക്ഷ്മ ജലത്തെ കഴിക്കാൻ പറ്റത്തില്ല. അവയെ മറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ഇപ്പൊ സ്വർണ്ണം ഉപയോഗിക്കുന്നില്ലേ, സ്വർണ്ണം കുറച്ച് മറ്റേ ചെമ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ആഭരണം ഉണ്ടാക്കുന്നത്. അല്ല പ്യുവർ സ്വർണ്ണത്തിന്റെ കൊണ്ട് ആഭരണം ഉണ്ടാകാൻ പറ്റത്തില്ല. അത് ചെമ്പും ഇരുമ്പും ഒക്കെ ചേർത്തിട്ടാണ് അത് ക്യാരറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോഴേ അത് ഉപയോഗത്തിൽ പ്രധാനമാണ്, വീട് നിൽക്കണം. അതുപോലെ പഞ്ചീകരിച്ച പഞ്ചഭൂതങ്ങളാണ് ജീവന്മാരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ പഞ്ചീകരിച്ചു എന്ന് പറയും, സൃഷ്ടി പഞ്ചീകരണം. ഉദാഹരണം കൊണ്ട് വ്യക്തമായില്ലേ? ഇങ്ങനെ നമ്മൾ ഉദാഹരിച്ച് വേറെ പല ഉദാഹരണം പറയാം. ഒന്നിന്റെ പകുതി വെക്കുന്നു, ബാക്കി എല്ലാത്തിനും 4 വെട്ടിയിട്ട് മാറ്റുവരകൾ പോകുന്നു. അപ്പോൾ 8-1 തൻ്റെ പകുതിയും മറ്റേ വീട് 8-1 കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാം മിക്സഡ് ആയി. പക്ഷെ എങ്കിലും ഭൂമി തന്നെ പറയാം. പക്ഷെ ഈ ഭൂമി വെറും ഭൂമിയല്ല, അതിനകത്ത് വെള്ളമുണ്ട്, അതിനകത്ത് എല്ലാം പിരിഞ്ഞ് കിട്ടും. നമുക്ക് ഒരു ലക്ഷം ഭൂമി എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ അതിനകത്ത് കുറച്ച് വെള്ളം കാണും, കുറച്ച് വായു കാണും, കുറച്ച് അഗ്നി കാണും, കുറച്ച് ആകാശം കാണും. പക്ഷെ കൂടുതൽ ഭൂമിയുടെ ഭാഗമാണ്. അതുപോലെ വെള്ളം നമുക്ക് കുറച്ചെടുത്താലോ, ആ വെള്ളത്തിനകത്ത് കുറച്ച് ഭൂമി അത് നീരാവിയാക്കിയാലും അതിന് ഭൂമിയുടെ അംശം കാണും. അതുകൊണ്ടാണ് വെള്ളം ചിലപ്പോൾ ദുർഗന്ധവും സുഗന്ധം ഉണ്ടാകും. വെള്ളത്തിന് സ്വാഭാവികമായിട്ടും ദുർഗന്ധവും സുഗന്ധവും ഇല്ല, ഭൂമിയിലാണ് ഗന്ധമുള്ളത്. പക്ഷെ ചിലപ്പോൾ വെള്ളം നമുക്ക് ദുർഗന്ധമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അംശം ചേർന്നിട്ടാണ്. ദുർഗന്ധിച്ച് എന്തെങ്കിലും ജീർണ ജഡമൊക്കെ അതിൽ വീണ് കഴിഞ്ഞാൽ വെള്ളം നാലുണ്ട്. അപ്പോൾ അത് ആ വെള്ളത്തിൻ്റെ അല്ല, ഈ ഭൂമിയുടെ അംശമാണ് അത് കാരണം. ഇതുപോലെ എല്ലാം പഞ്ചീകരിച്ച് നമുക്ക് ഇവിടെ കാണുന്നതാണ്. തൈരണ്ടസ്തത്ര ഭുവന ഭോഗ്യഭോഗാശ്രയോദ്ഭവ. ഈ സൂക്ഷ്മഭൂതങ്ങളെ പഞ്ചീകരിച്ച് സ്ഥൂലഭൂതങ്ങളാക്കി മാറ്റി. ആ സ്ഥൂലഭൂതങ്ങളെ കൊണ്ട് തൈഹി, ആ ഭൂതങ്ങളെ കൊണ്ട് അണ്ടഹ എന്നുവെച്ചാൽ അണ്ടം ഉണ്ടായി, ബ്രഹ്മാണ്ടം ഉണ്ടായി. തത്ര ഭുവന ഭോഗ്യഭോഗാശ്രയോദ്ഭവ. ആ ബ്രഹ്മാണ്ടത്തിൽ ഭുവനങ്ങൾ, അതായത് 7 ലോകങ്ങൾ, 14 ലോകങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഭുവനങ്ങളും ഭോഗ്യ പദാർത്ഥങ്ങൾ, ഈ ജീവന് വേണ്ട ഭോഗ്യ പദാർത്ഥങ്ങളും ജീവൻ്റെ ആയതനങ്ങളായിട്ടുള്ള ഭുവനങ്ങളുമെല്ലാം ശരീരങ്ങളും എല്ലാം ഈ അണ്ടത്തിൽ നിന്നുണ്ടായി. ഹിരണ്യഗർഭസ്ഥൂലേസ്മിൻ ദേഹേ വൈശ്വാനരോ ഭവേത് തൈജസാ വിശ്വതാം യാതാ ദേവദിദ്യന്നരാദയ. അപ്പം ഇങ്ങനെ സ്ഥൂല ശരീരങ്ങളെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞു ഈ ജീവന് വേണ്ടി ഭോഗായതനമായിട്ട്. ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്ന അസ്മിൻ സ്ഥൂലദേഹേ ഹിരണ്യഗർഭ വൈശ്വാനര ഭവേ. അപ്പോൾ ഈ സമഷ്ടിയിൽ, ഈ സമഷ്ടി സ്ഥൂല അഭിമാനിയായിട്ടുള്ള ആ ചൈതന്യമാണ് ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭൻ, അത് ഹിരണ്യഗർഭൻ, ആ സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്ന ചൈതന്യം ഹിരണ്യഗർഭൻ. ആ അഭിമാനിക്കുന്ന ഹിരണ്യഗർഭനെ വൈശ്വാനര ഭവേ. ആ ഹിരണ്യഗർഭൻ വൈശ്വാനരനാകും. തൈജസാഹ വിശ്വതാം യാതാഹ. തൈജസന്മാർ വിശ്വനായി മാറുന്നു. അതായത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മ അഭിമാനിയായിരുന്ന ഹിരണ്യഗർഭൻ എന്നുള്ളത് സമഷ്ടിയിൽ വൈശ്വാനരെന്നും, തൈജസൻ എന്തായി മാറും? സൂക്ഷ്മവും സ്ഥൂലത്തിലെത്തിയപ്പോൾ വിശ്വനുമായി മാറുന്നു. ദേവ തിര്യൻ നരാദയാണ്. അങ്ങനെ ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യർ തുടങ്ങിയ ജീവന്മാരായിട്ട് മാറുന്നു. അതിൽ സ്ഥൂല ശരീരാഭിമാനിയായിരിക്കുമ്പോൾ സമഷ്ടി വൈശ്വാനരൻ, വ്യഷ്ടിയിൽ വിശ്വൻ, സൂക്ഷ്മ ശരീരത്തിൽ ഹിരണ്യഗർഭന് തൈജസ്സനുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ പ്രാജ്ഞൻ വിശ്വൻ, തൈജസ്സൻ, പ്രാജ്ഞൻ, വൈശ്വാനരൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. ഇങ്ങനെ അഭിമാന നാമങ്ങൾ ഈശ്വരനും ജീവനും കൽപ്പിച്ചു.
തേ പരാദർശിന പ്രത്യക്തത്വബോധവിവർജിത കുർവതേ കർമ്മഭോഗായ കർമ്മകർത്തും ച ഭുഞ്ചതേ നദ്യാം കീടാ ഇവാവർത്താദാവർത്താന്തരം ആശ്രുതേ വ്രജന്തോ ജന്മനോ ജന്മ ലഭന്തേ നൈവ നിർവൃതി പരാദർശിന തേ. അപ്പോൾ ഈ ദേവദിര്യൻ നരാദേഹാന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവർ ബഹിർമുഖരായിട്ടുള്ള ഈ ദേവാദികൾ പ്രത്യക്തത്വബോധ വിവർജിതാഹ. അപ്പോൾ പ്രത്യേകാത്മജ്ഞാനം, തൻ്റെ യഥാർത്ഥ ആത്മസ്വരൂപത്തെ അറിയാത്തവരായിട്ട്, ആത്മജ്ഞാനമില്ലാത്തവരായിട്ട് എന്ത് ചെയ്യുന്നു? ഭോഗായ കർമ്മപൂർവ്വത്തെ, ഭോഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. ആത്മജ്ഞാനം നേടാതെ ഇല്ലാതെ ഭോഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. കർമ്മകർത്തും ഭുഞ്ചതേച്ച, കർമ്മം ചെയ്യാൻ വേണ്ടി വീണ്ടും ഭോഗം അനുഭവിക്കുകയും ചെയ്യുക. ഭോഗം അനുഭവിക്കുക, കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം അനുഭവിക്കുക, വീണ്ടും കർമ്മം ചെയ്യുക. ഇങ്ങനെ കർമ്മം ഭോഗം എന്നുള്ള രീതി പോകുന്നു. നദ്യാം കീടാഹ ആവർത്താന്തരം, അതായത് ആശു രജന്തഹ ഇവ, അതായത് പുഴുക്കൾ, നദിയിൽ പുഴുക്കൾ ഒരു ചുഴിയിൽ നിന്നും മറ്റൊരു ചുഴിയിലേക്ക് പോകുന്നത് പോലെ, വേഗത്തിൽ പോകുന്നത് പോലെ, ആശു വ്രജന്ത ഇവ, വേഗത്തിൽ ഒരു ചുഴിയിൽ നിന്ന് മറ്റൊരു ചുഴിയിലേക്ക് ഈ നദിയിലെ പുഴുക്കൾ ചാടി പോകുന്നത് പോലെ ഈ ജീവന്മാരെന്ത് ചെയ്തേ ജന്മനഹ ജന്മ, ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് ഇങ്ങനെ ചുഴിയിൽപ്പെട്ട് പുഴുക്കൾ കറങ്ങുന്നത് പോലെ പൊക്കൊണ്ടിരിക്കുകയാണ്. നിർവൃതിയും ലഭന്തേവ, മോക്ഷത്തെ അവർക്ക് ലഭിക്കുന്നില്ല. കർമ്മം ചെയ്യുന്നു, ഭോഗത്തിനായി കർമ്മം ചെയ്യുന്നു, ഭോഗം കിട്ടുന്നു, വീണ്ടും ഭോഗം അനുഭവിക്കുന്നു, ഫലം ഉണ്ടാകുന്നു, അത് കർമ്മം ചെയ്യുന്നു, കർമ്മഫലം അനുഭവിക്കുന്നു. ഇങ്ങനെ കർമ്മവും കർമ്മഫലവുമായിട്ട് അനേക ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് ഇങ്ങനെ ചുഴിയിൽപ്പെട്ട പുഴുവിനെ പോലെ ഈ സംസാര നദിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവന്മാരെല്ലാം. അവർക്ക് ആ പ്രത്യക്തത്വമില്ല, തത്വബോധമില്ല, ആത്മതത്വത്തെ അവരെ അറിയുന്നില്ല. ആത്മതത്വത്തെ അറിഞ്ഞാൽ മാത്രമേ അവർക്ക് നിർവൃതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ നിർവൃതി ഇല്ലാതെ അവർ ഇങ്ങനെ ചുഴിയിൽപ്പെട്ട് കറങ്ങുന്നത് പോലെ സംസാരത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്. സൽക്കർമ്മ പരിപാകാത്തെ കരുണാനിധി നോദ്ധ്യതാഹ, ഉദ്ധൃതാഹ പ്രാപ്യ ധീരതരുച്ഛായാം വിശ്രാമ്യന്തി യഥാസുഖം. അപ്പോൾ ഇങ്ങനെ ഒരു ചുഴിയിൽ നിന്ന് മറ്റൊരു ചുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലെ ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പുണ്യമൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ പുണ്യങ്ങളുടെ ഒരു പരിപാകതയിൽ തേ സൽക്കർമ്മ പരിപാക, കർമ്മം ചെയ്യുന്നതിന് കുറച്ച് സൽക്കർമ്മമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങളുടെ പരിപാകപക്വത കൊണ്ട് കരുണാനിധിന ഉദ്ധൃത, കരുണാനിധിയായ ഒരാളാൽ. ഇപ്പോൾ പുഴു ഇങ്ങനെ ചുഴിയിൽപ്പെട്ട് കർമ്മനെ കാണുമ്പോൾ ആസ്വാർത്ഥതയല്ല അവിടെ പറഞ്ഞു, ആസ്വാർത്ഥതയല്ല, ആസ്വാർത്ഥതയല്ല അവിടെ പറഞ്ഞു. പിന്നെ പറഞ്ഞു കരുണാനിധിന ഉദ്ധൃത. അപ്പോൾ ആ കരുണാനിധിയായ ഒരു ഗുരുനാഥൻ, ഒരു ജ്ഞാനിയാൽ ഉദ്ധരിക്കപ്പെട്ടവരായിട്ട് തീരത്തരുച്ഛായ പ്രാപ്യ യഥാസുഖം വിശ്രാമിത. ഇപ്പോൾ ഒരാൾ ഈ ചുഴിയിൽപ്പെട്ടിരിക്കുന്ന പുഴുക്കൾ ഒരാൾ കാരുണ്യം കൊണ്ട് പുഴുവിനെ എടുത്ത് മറ്റേ വൃക്ഷത്തിൻ്റെ ഛായയിൽ, അല്ലെങ്കിൽ തീരത്തുള്ള വൃക്ഷത്തിൻ്റെ ഛായയിൽ കൊണ്ട് വെക്കുമ്പോൾ അതിനൊരു ആശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ അതിന് ആ യഥാസുഖം വിശ്രാമ്യത, സുഖം ആ കരുണാനിധിയായ ആളുടെ ആ കാരുണ്യം കൊണ്ട് ആ സംസാര ചുഴിയിൽ നിന്ന് കയറാൻ സാധിക്കും. അതുപോലെ ഉപദേശമവാപ്യൈ ഏവം ആചാര്യാ തത്വദർശന പഞ്ചകോശ വിവേകേന ലഭന്തേ നിർവൃതിം പരാം. ഏവം തത്വദർശിന, ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, തത്വദർശിന ആചാര്യ, തത്വദർശിയായ ആചാര്യനായിരിക്കണം. ആത്മജ്ഞാനിയായിട്ടുള്ള, തത്വബോധം വന്നിട്ടുള്ള, ബ്രഹ്മനിഷ്ഠനായ, ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഗുരുവിൽ നിന്ന് ഉപദേശം അവാപ്യ, ഉപദേശത്തെ സ്വീകരിച്ചിട്ട് പ്രാപിച്ചിട്ട് പഞ്ചകോശ വിവേകേന, പഞ്ചകോശ വിവേകം കൊണ്ട്, പഞ്ചകോശം എന്താണെന്നുള്ള അടുത്ത ഭാഗത്ത് പറയും, പരാം നിർവൃതി ലഭന്തേ, പരമമായ നിർവൃതി, ശാന്തിയെ, മോക്ഷത്തെ പ്രാപിക്കുന്നു. ആ എങ്ങനെയാണോ ചുഴിയിൽപ്പെട്ട കീടത്തെ ഒരു കരുണാനിധിയായ ആൾ വന്നെടുത്ത്
തരുച്ഛായയിൽ തീരതരുച്ഛായയിൽ കൊണ്ടിരുത്തി സുഖം നൽകുന്നത്, അതുപോലെ ബ്രഹ്മനിഷ്ഠനായ തത്വദർശിയായിട്ടുള്ള ഒരു ആചാര്യൻ ആ സംസാരസാഗരത്തിൽ കിടന്ന് ഉഴലുന്ന ആ ജീവനെ തത്വോപദേശം ചെയ്ത് ആ തത്വോപദേശത്തിൽ പഞ്ചകോശ വിവേകമാണ് ഇവിടെ പറയുന്നത്. പഞ്ചകോശ വിവേകം കൊണ്ട് തൻ്റെ ശരിയായ സ്വരൂപത്തെ ബോധിച്ച് ആ നിർവൃതിയെ, മോക്ഷത്തെ, പരമാനന്ദ സ്വരൂപത്തെ അയാൾ പ്രാപിക്കുന്നു എന്നാണ്.